പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. യദക്ഷരം വേദവിദോ വദന്തി. വേദം മുഴുവനും ഏതൊരു അക്ഷരപുരുഷനെ പറയുന്നു. പരായയാ തദക്ഷരമധിഗമ്യത്തെ. പരമേശ്വരനെ അക്ഷരം എന്ന പേരുകൊണ്ട് തന്നെ വേദം പറയണം. ആചാര്യസ്വാമികൾ ഭാഷ്യത്തില് ഉദ്ധരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മന്ത്രാണ്. ഗാർഗിയോട് യാജ്ഞവൽക്യൻ പറയുന്നത്, ഈ അക്ഷരത്തിന്റെ പ്രശാസനത്തിലാണ് പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത്. പ്രശാസനേ ഗാർഗി തിഷ്ഠത. ആ അഴിവില്ലാത്തതായ വസ്തു, അതിനെ വേദത്തിൽ മുഴുവനും പ്രതിപാദിക്കപ്പെടുന്നു, ഉപനിഷത്തുകളൊക്കെ പ്രതിപാദിക്കുന്നു. എന്നിട്ട് നമുക്ക് എന്താ അറിയാത്തത് എന്ന് വെച്ചാൽ, വീതരാഗാഹ വിശന്തി യതയഃ. ഉള്ളിലുള്ള അറ്റാച്ച്മെന്റ് മുഴുവൻ പോയവരും യാതൊന്നിനോടും സംഘമില്ലാത്തവരും ആത്മജ്ഞാനികളുമായ യതികൾ ഏതൊന്നിലേക്ക് പ്രവേശിക്കുന്നുവോ, ഏതൊന്നിനെ അനുഭവിക്കുന്നുവോ, വിശന്തി യദ്യതയോ വീതരാഗാഹ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി. ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ ഇവിടെ ആചാര്യസ്വാമികൾ ഗുരുകുലവാസം എന്ന് പറഞ്ഞു. ഗുരുകുലവാസം ബ്രഹ്മധ്യാനത്തിന് വേണ്ടിയാണല്ലോ. അനുസ്യൂതം ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. അനുസ്യൂതം ബ്രഹ്മത്തിനെ കുറിച്ച് കേൾക്കണം, അനുസന്ധാനം ചെയ്യണം, നിധിധ്യാസനം ചെയ്യണം. അതിനാണ് ഗുരുകുലവാസം. അങ്ങനെയുള്ള ഗുരുകുലവാസം എന്തിനു വേണ്ടിയാണോ ചെയ്യുന്നത്, യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി, അത് മുഴുവനും ചുരുക്കി പറയാം. സംഗ്രഹേണ പ്രവക്ഷ്യേ. എന്താണ് ആ സംഗ്രഹം? പ്രണവമാണ്. ഓം. ഓംകാരത്തിന്റെ വ്യാഖ്യാനമാണ് വേദം മുഴുവനും. ഏകാക്ഷരം. ആ ഏകാക്ഷരം നിനപ്പവന് മോഹം പോകുന്നു. ഹരിനാമകീർത്തനത്തിലൊരു വാക്കാണ്. ഏകാക്ഷരം ഉള്ളില് നനച്ചു കമ്പം കളഞ്ഞ് എന്നൊക്കെ വരും. അതില് ഉള്ളില് ആ മൂലാധാരത്തു നിന്നുള്ള തടസ്സങ്ങളൊക്കെ നീക്കിക്കൊണ്ട് ആ ശക്തി മുകളിലേക്ക് പോകുന്നു പ്രണവധ്യാനം കൊണ്ട്. പ്രണവം വേദാർത്ഥമാണ്. പ്രണവമില്ലാതെ വേദമില്ല. സനത്സുജാതീയത്തിലൊരു ശ്ലോകമുണ്ട്, പ്രണവത്തിനെ അറിയാതെ വേദാർത്ഥം അറിയില്ല. ആ പ്രണവം ഒന്നു മതി വേദം മനസ്സിലാക്കാനാണ്. ആ ഒന്നിനെ അറിയാത്തത് കൊണ്ട് ഏക അവിജ്ഞാനാത് വേദാസ്തേ ബഹവോ ഭവൻ. അതൊന്നിനെ അറിയാത്തത് കൊണ്ട് അതിനെ വിസ്തരിച്ചാണ് ഇത്ര വലിയ വേദം എന്നത്. പ്രണവമാകട്ടെ ആത്മാവിന്റെ ഒരു സിംബലാണ്. പ്രണവമും ആത്മാവിനെ കുറിക്കുന്ന ശബ്ദബ്രഹ്മമാണല്ലോ. ആ പ്രണവത്തിനെ വ്യാഹരിച്ചുകൊണ്ട് യോഗികൾ എങ്ങനെ ശരീരം വിട്ടുവിടുന്നു പോകുന്നു എന്നുള്ളതാണ് ഇനിയുള്ള ശ്ലോകത്തിൽ ഭഗവാൻ പറയാൻ പോണത്. നോക്ക. സർവദ്വാരാണി സംയമ്യ മനോഹൃദി നിരുദ്ധ്യ ച മൂർധ്ന്യാധായാത്മനഃ പ്രാണം ആസ്ഥിതോ യോഗധാരണ.
ശരീരത്തിൽ മുഴുവൻ ദ്വാരങ്ങളാണ്. പട്ടണത്ത് സ്വാമികൾ പറഞ്ഞു, ഇത്ര ഓട്ടയുള്ള ബലൂണിൽ കാറ്റ് വെളിയിൽ പോവാതിരിക്കുന്നതാണ് ആശ്ചര്യം എന്നാണ്. കാത്തടച്ച പൈ, ഇത്രയും ദ്വാരം ഉണ്ടായിരുന്നിട്ട് ഇതിനകത്ത് എങ്ങനെയാ അപ്പൊ കാറ്റ് നിൽക്കണത് എന്നാണ് ആശ്ചര്യം. പോണതിൽ ആശ്ചര്യമേ ഇല്ല എന്നാണ്. മുഴുവൻ ദ്വാരമാണ്. അതില് സാമാന്യം വലിപ്പമുള്ള 9 ദ്വാരങ്ങളെ പറയണു, അത്രയേ ഉള്ളൂ. കോശത്തിനുള്ള ഒക്കെ ദ്വാരാണ്. അതുകൊണ്ടാണ് ഈ നവരക്കിഴി പിഴിയാന്ന് പറഞ്ഞ ശരീരത്തിൽ മുഴുവൻ പിഴിഞ്ഞു വെക്കും. എന്നുവെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇറങ്ങിക്കോളും എന്നാണ്. മുഴുവൻ ഓട്ടയാണ്, സർവത്ര ഓട്ടയാണ്. അതിലേക്കൊക്കെ മരുന്ന് മേലെ പുരട്ടിയാ മതി, ഉള്ളിലേക്ക് ഇറങ്ങിക്കോളും. വായ കൂടെ തന്നെ കഴിക്കണം എന്നില്ല എന്നർത്ഥം. അത്രയും ദ്വാരങ്ങളുള്ള ഈ ശരീരം നാനാഛിദ്രഘടം എന്നാണ്. അനേകം ഛിദ്രമുള്ള ഒരു ഘടം. ഈ ശരീരത്തിലെ ദ്വാരങ്ങളെയൊക്കെ ഒന്ന് അടയ്ക്കാം. സർവദ്വാരാണി സംയമ്യ. എങ്ങനെ അടയ്ക്കും? കണ്ണ് പൂട്ടി, ചെവി പൂട്ടി, മൂക്കില് 2 അടപ്പ് വെച്ച് അടച്ച്, വായില് പേസ്റ്റ് ഇട്ട്, മലദ്വാരത്തിലും എന്തെങ്കിലുമൊക്കെ വെച്ച് അടച്ചാൽ നേരെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവാം. അല്ലേ? അങ്ങനെ അടയ്ക്കാൻ പറ്റുമോ? ഈ ദ്വാരത്തിനെ എങ്ങനെ ബന്ധനം ചെയ്യും? ഭഗവാൻ ഇവിടെ ഈസി ആയിട്ട് പറഞ്ഞു, സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധിച്ച. അവിടെയാണ് സീക്രട്ട്. മനസ്സ് ഹൃദയത്തിൽ നിരുദ്ധമായാൽ ഈ ദ്വാരങ്ങളിലൂടെ ഒന്നും വ്യാപാരം ഉണ്ടാവില്ല. ബസ് പണിമുടക്കാണെങ്കിൽ റോഡൊക്കെ ശൂന്യമായിട്ട് കിടക്കില്ലേ, അതുപോലെ ബസ്സൊക്കെ ഷെഡിൽ കൊണ്ടിട്ടാൽ റോട്ടിൽ വാഹനങ്ങളൊന്നും ഇല്ലാത്ത പോലെ, പണിമുടക്ക് ദിവസം പോലെ ഹൃദയത്തിൽ പോയി ഈ പ്രാണൻ അടങ്ങിക്കഴിയുമ്പോൾ നാഡികളിലും നരമ്പുകളിലും ഒന്നും ചലനം ഉണ്ടാവില്ല. ഇതൊക്കെ യോഗികളുടെ അനുഭവമാണ്. യോഗികൾക്ക് ഉള്ള അനുഭവമാണ്. നമ്മളൊക്കെ കഥ കേട്ടോളാം. സർവദ്വാരാണി സംയമ്യ മനഹാ ഹൃദി, ഹൃദയത്തില് നിരോധം ചെയ്തു. ഹൃദയമാണ് മനസ്സിന്റെ പിറപ്പിടം എന്ന് രാവിലെ പറഞ്ഞു. അല്ലേ? ഹൃദയത്തിൽ നിന്നുമാണ് മനസ്സെന്നു പറയുന്ന അനിർവചനീയ ശക്തി പിറക്കുന്നത് എന്ന് പറഞ്ഞു. മനസ്സിന്റെ സ്വരൂപമോ ഞാൻ എന്നുള്ള സ്പന്ദനമാണ് എന്ന് പറഞ്ഞു. ഞാൻ എന്നുള്ള സ്പന്ദന രൂപത്തിലാണ് മനസ്സ് ആദ്യമായി അവതരിക്കുന്നത്. രുദ്രനാണെന്നാണ് വേദം പറയണത്. ഈ അഹം എന്നുള്ളത് രുദ്രന്റെ സ്വരൂപമാണത്രേ. എന്നുവെച്ചാൽ ശിവൻ ബ്രഹ്മാവിൽ നിന്ന് അവതരിച്ചു എന്ന് പറയണല്ലോ. രുദ്രൻ എങ്ങനെയാ അവതരിച്ചതെന്ന് വെച്ചാൽ അഹങ്കാരം, രുദ്രോ അഭിമത്യ എന്നാണ്. അപ്പൊ അഭിമാന രൂപം, ആ അഭിമാനം ഒരു അവതാരമാണ് ഭഗവാന്റെ. ആ അഭിമാനം ആദ്യ സ്പന്ദനാണ്. ആ സ്പന്ദനം ഹൃദയത്തില് ഒരു ദ്വാരത്തില് ഒരു സുഷിരമുണ്ട്. നമ്മളുടെ ഹൃദയത്തില് ഒരു സുഷിരമുണ്ട്. ഹാർട്ടിൽ ഹോള് എന്നൊക്കെ പറയില്ലേ ചിലർക്ക്. എല്ലാവരുടെ ഹാർട്ടിലും ഒരു ഹോളുണ്ട്. ആ ഹോളിൽ നിന്നാണ് ഈ അഭിമാനം പുറത്തേക്ക് വരണത്. അതിൽ നിന്നുമാണ് ഈ അഭിമാനം പുറത്തേക്ക് വരുന്നത്. അതിലൂടെ പുരീത്തത്ത് എന്ന നാഡി എന്നാണ്. ആ പുരീത്തത്ത് എന്നുള്ള നാഡിയിൽ പോയിട്ട് ലയിച്ചു കഴിയുമ്പോൾ ഉറങ്ങും, അല്ലെങ്കിൽ യോഗത്തിൽ പ്രവേശിക്കും. ആ പുരീത്തത്ത് എന്നുള്ള നാഡിയിൽ നിന്നും അഭിമാനം പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോ പടയാളികൾ മുഴുവൻ പുറമേ വരും. ചിത്തവൃത്തികളൊക്കെ പുറമേ വരും. മനസ്സങ്ങനെ വിരിഞ്ഞു വരും. മനസ്സ് അഭിമാനം ഹൃദയത്തിൽ ലയിച്ചു കഴിയുമ്പോൾ മനസ്സ് ലയിക്കും. ഹൃദയത്തില് അന്തർമുഖം. നാളെ കാണാൻ പോകണം നമ്മൾ അന്തർമുഖം. അപ്പൊ മനസ്സ് ഹൃദയത്തിൽ ലയിക്കുമ്പോൾ പ്രാണൻ ഹൃദയത്തിൽ അടങ്ങി. ആ പ്രാണൻ ഹൃദയത്തിൽ അടങ്ങുമ്പോൾ മനസ്സും അതിന്റെ കൂടെ അടങ്ങും. നാദം ബിന്ദു കല. ബിന്ദുവാണ് അഹംവൃത്തി. നാദം ആണ് മനസ്സിലുള്ള ചിത്തവൃത്തികളൊക്കെ, സങ്കല്പശക്തിയൊക്കെ. കല ആണ് പ്രാണൻ.
ഇതില് കലയും നാദമും മൂലമായ ബൈന്ദവ സ്ഥാനത്തില് ബിന്ദുവില് അടങ്ങി. അതാണ് ബിന്ദു തർപ്പണ സന്തുഷ്ട എന്ന് പറയുന്നത്. ബൈന്ദവാസന, ആ ബിന്ദുസ്ഥാനത്തിൽ ഹൃദയത്തിൽ പോയി പ്രാണനും മനസ്സും കൂടെ അങ്ങോട്ട് ലയമാകുമ്പോ സർവദ്വാരാണി സംയമ്യ, കണ്ണ് തുറന്നിരുന്നാലും കാണുന്നില്ല, ചെവി തുറന്നിരുന്നാലും കേൾക്കുന്നില്ല, മൂക്കിലൂടെ മണമില്ല, നാവിലൂടെ രുചിയില്ല, ത്വക്കിലൂടെ സ്പർശമില്ല. ഹൃദയത്തിലെ ചിദാനന്ദ രസമാണ്, ചിദനുഭവമാണ്, ശുദ്ധ. സ്വാത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി പരാ പ്രത്യക്ഷീരൂപ പശ്യന്തി പരദേവത. അവിടെ പരാരൂപമാണ്. ഹൃദയത്തിൽ അടക്കി പ്രാണനെ. ഹൃദയത്തിൽ നിന്നും 101 നാഡികൾ ശരീരത്തിൽ മുഴുവനും വ്യാപിച്ചു കിടക്കുന്നു എന്നാണ്. ഇതൊക്കെ കുറച്ച് സയൻസ് പറയണം കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഒന്ന് വരട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ യോഗശാസ്ത്രമാണ്. ആത്മവിദ്യ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പിടികിട്ടിയേക്കാം. പക്ഷെ ഇതിലെനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾക്ക് പിടികിട്ടില്ല എന്നുള്ള കാര്യം. എങ്കിലും ഈ ശാസ്ത്രത്തിന്റെ ഗാംഭീര്യം ഒന്ന് കാണണം. അൺസീൻ റോഡ്സ് ആണ് ഇതൊക്കെ, പുറമേക്ക് കാണുന്ന റോഡല്ലല്ലോ. അപ്പൊ ഉപനിഷത്ത് പറയാണ് ശതം ച ഐകാ ഹൃദയസ്യ നാഡ്യ എന്നാണ്. ഹൃദയത്തിൽ നിന്നും 101 നാഡികള് ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഈ നാഡികള് യോഗികൾക്ക് ദർശനമാണ്. അതിൽ ഒരു നാഡി ഹൃദയസ്ഥാനത്തിൽ നിന്നും അമൃതനാഡി എന്നതൊരു പേര്. അമൃതനാഡി, ആത്മനാഡി, സുഷുമ്ന ഒക്കെ പേര്. ആ നാഡി ഹൃദയസ്ഥാനത്തിൽ നിന്നും ബ്രഹ്മരന്ധ്രത്തിലേക്ക് പോകുന്നു. അത് പൊതുവെ എല്ലാരിലും ക്ലോസ്ഡ് ആയിട്ടിരിക്കും എന്നാണ്. മൂടിക്കിടക്കും, അടഞ്ഞു കിടക്കും, തുറക്കപ്പെടില്ല. അത് തുറക്കാത്ത വാതിലാണത്. ആ ദ്വാരം യോഗികൾക്ക് മാത്രം തുറക്കപ്പെടുന്ന ക്രമമുക്തിയുടെ സൂക്ഷ്മമായ പന്ഥാവാണ്. അതാണ് മനോമയം സൂക്ഷ്മം രൂപം ഉപേത്യ സുഷുമ്നയാ രോചിഷാ പ്രയാതി എന്നൊക്കെ ഭാഗവതത്തിൽ വരുന്നത്. സൂക്ഷ്മമായ മനോമയമായ രൂപം സ്വീകരിച്ചുകൊണ്ട് ഈ സുഷുമ്നാപഥത്തിലൂടെ ഒരു സഞ്ചാരം, ഒരു ടേക്ക് ഓഫ്, സൂക്ഷ്മമാർഗമാണത്. ആ സൂക്ഷ്മമാർഗം ബഹിർദൃഷ്ടികളായിട്ടുള്ളവർക്ക് വേദ്യമേ അല്ല. നമ്മൾ ഭക്തിയോടെ പരമാദരവോടുകൂടെ ആ മാർഗത്തിനെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാം, അത്രയേ ഉള്ളൂ. ഭഗവാൻ ഒരു കാര്യം പറയണ്ട്, നീ ഒന്നും അറിയണ്ട, ഈ ഒരു മാർഗമുണ്ട്, നീ പാസ്പോർട്ട് വിസ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, സദാ സഹജമായിട്ട് എന്നെ സ്മരിച്ചുകൊണ്ടിരുന്നോളൂ, ശരണാഗതി ചെയ്തോളൂ, ഈ മാർഗം നീ അവസാനം കാണും, ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. ശരണാഗതിയുടെ മാർഗമാണ്. ശരണാഗതി ചെയ്ത ഭക്തൻ ഈസ് നോട്ട് എ കോൺഷ്യസ് ട്രാവലർ. അയാൾ റെഡിയായിട്ടിരിക്കുകയാണ്. അടങ്ങിക്കൊടുത്ത പരമേശ്വരന്റെ കയ്യിൽ യന്ത്രമായിട്ടിരിക്കുമ്പോ ആ മഹാശക്തി കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒരു ഡയറക്റ്റ് ട്രെയിൻ, ഉള്ളിലൂടെയുള്ള യാത്രയാണ്. ആ സൂക്ഷ്മപഥത്തിനെ ഭഗവാൻ ഇവിടെ പറയണു. മൂർധ്നി ആധായ ആത്മനഃ പ്രാണം. ഹൃദയത്തിൽ നിന്നും മൂർധാവിലേക്ക് പ്രാണൻ സഞ്ചരിക്കുന്ന സൂക്ഷ്മമാർഗം, സൂക്ഷ്മപഥം. രശ്മികളുടെ മാർഗമാണെന്നാണ്, പ്രകാശത്തിന്റെ മാർഗമാണ്. ദേവയാനം എന്ന് പറഞ്ഞു, ദേവന്മാരുടെ സഞ്ചാരപഥമാണത് എന്നാണ്. നമുക്ക് ഇവിടുന്ന് സ്പേസിലേക്ക് പോണതൊക്കെ മനസ്സിലാവണ്ടല്ലേ. ഈ ഉള്ളിലുള്ള സ്പേസിൽ എന്തുകൊണ്ട് ഇതൊന്നും സ്വീകരിച്ചുകൂടാ? ഉള്ളിലുള്ള സ്പേസ്, വെളിയിലുള്ള സ്പേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ പറയാറ്. സൂക്ഷ്മമാർഗം, സൂക്ഷ്മമാർഗം, അത്രയേ ഉള്ളൂ. നമ്മളുടെ ഭാവന ഈ കെമിസ്ട്രി, ഫിസിക്സ് എന്നൊക്കെ ഡൈലൂട്ടായിട്ട് കുറച്ചുകൂടെ സൂക്ഷ്മ മണ്ഡലത്തിലേക്ക് വരേണ്ടിയിരിക്കണം.
ആ സൂക്ഷ്മപഥം വേദൈക വേദ്യമാണ്. അതാണ് ആചാര്യസ്വാമികൾ പറയുന്നത്, ഇത്തരം കാര്യങ്ങളിൽ വേദം മാത്രമാണ് പ്രമാണം എന്നാണ്. നിങ്ങളുടെ യുക്തിയൊന്നും പ്രമാണമല്ല, നിങ്ങൾ യാത്ര ചെയ്യാത്തത് കൊണ്ട് നിങ്ങളുടെ അനുഭവം പ്രമാണമല്ല. നിങ്ങളുടെ ബാഹ്യമായ പുസ്തകങ്ങളോ ഒന്നും പ്രമാണമല്ല. നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് ശരീരം വിട്ട് കഴിയുമ്പോൾ മുമ്പ് നിരൂപണം ചെയ്ത് നിശ്ചയം ചെയ്തു ജീവനെ കുറിച്ച്. ഈ ജീവൻ പ്രാണനോടുകൂടെ എങ്ങനെ സഞ്ചരിക്കണമെന്ന് നിശ്ചയിക്കുന്ന പഥമാണിതൊക്കെ. ഈ പഥത്തിനെയാണ് ഭഗവാൻ ഇവിടെ ചർച്ച ചെയ്യണത്. മൂർധനിയാതായ ആത്മനഃപ്രാണം. ഈ പ്രാണനെ ഹൃദയത്തിൽ നിന്ന് സൂക്ഷ്മമാർഗത്തിലൂടെ മൂർധാവലേക്ക് യോഗി കൊണ്ടുപോയി എന്ന് പറഞ്ഞു. യോഗധാരണം, അത് യോഗധാരണയാണത്രേ. ധരിച്ചു എവിടെ. എന്നിട്ട് എന്ത് ചെയ്തു? ഓം ഇത്യേകാക്ഷരം ബ്രഹ്മവ്യാഹരൻ. അയാൾ എന്ത് ജപിക്കുന്നു? ഓം ഇത്യേകാക്ഷരം ബ്രഹ്മവ്യാഹരൻ. പ്രണവം പൊതുവെ എല്ലാവർക്കും വിധിക്കാത്തതാണ്. യോഗി ജീവിതത്തിൽ പ്രണവം തന്നെ അഭ്യസിച്ചവനായതുകൊണ്ട്, അയാള് യതിയായതുകൊണ്ട്, ഉപനിഷത്തിൽ പറയുന്നു, സൂര്യദ്വാരേണ തേ വിരജാഹ പ്രയാന്തി എത്രാമൃത പുരുഷോ സ അവ്യയാഹ ആത്മാ. അവരെന്ത് ചെയ്യുന്നു? തപസ്സോടുകൂടെ വനങ്ങളിൽ യോഗാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ദ്വാരമാണ് ഈ സൂര്യദ്വാരം എന്ന് പറഞ്ഞു. ശുദ്ധ പ്രണവം എല്ലാവർക്കും വിധിച്ചിട്ടില്ല. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സർവാണി ആയതുകൊണ്ട് നമുക്ക് ഇതൊന്നും പറഞ്ഞാൽ രുചിക്കില്ല. ഞാൻ പ്രണവം ജപിച്ചാൽ എന്താ എന്ന് ചോദിക്കും. എല്ലാവർക്കും സന്യാസികൾക്കാണ് ശുദ്ധ പ്രണവത്തിന് അധികാരം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സർവസംഘ പരിത്യാഗികളാണ് അവര്. അവർക്ക് വിഷമമില്ല. ദേ ആർ റെഡി ഫോർ ദ ടേക്ക് ഓഫ്. നമ്മളെ ഇപ്പൊ വിളിച്ചാൽ ബുദ്ധിമുട്ടാവും. അനസ്തീഷ്യ ഇല്ലാതെ സർജറി ചെയ്യുന്ന പോലെയാണ്, വേദനിക്കും. അതുകൊണ്ടാണ് ഋഷികൾ പറയണത് നിങ്ങൾ നാമമൊക്കെ ജപിച്ചോളൂ എന്നൊക്കെ. പ്രണവത്തിനോടുകൂടെ നാമമൊക്കെ ചേർത്ത് ജപിച്ചോളൂ, നാമമൊക്കെ ജപിച്ചോളൂ, ശുദ്ധ പ്രണവം വേണ്ട എന്ന് പറയാൻ കാരണം യോഗമാർഗത്തിലെ ചിലതാണത്, ചില കാരണങ്ങൾ കൊണ്ടാണ്. അല്ലാതെ ഇന്നവർക്കേ പാടുള്ളൂ, ഇന്നവർക്ക് പാടില്ല, വർഗീകരണമൊന്നുമില്ല. അത് നമ്മളോട് കരുണ കൊണ്ട് അവർ പറയാണ്. നീ വെറുതെ ഒന്നും മൂച്ചടക്കി പിടിച്ച് വെറുതെ പ്രണവം ജപിക്കാനൊന്നും പുറപ്പെടരുത്. യോഗികൾക്ക് അവസാനം പോവാനുള്ള ടിക്കറ്റാണത്. അതുകൊണ്ട് സന്യാസികൾക്ക് പ്രണവജപമുണ്ട്, വിധിയുണ്ട്. അതിനു പോലും പല സന്യാസികൾക്ക് സാധിക്കില്ല. നമ്മൾ പറയുമെങ്കിലും അനുസ്യൂത പ്രണവം മാത്രം ജപിച്ചിരിക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ അത്ര കണ്ട് ചൂട് ശരീരത്തിലുണ്ടാവും. മന്ത്രശാസ്ത്രാണത്. അത്ര കണ്ട് ചൂട് ശരീരത്തിലുണ്ടാവും, താങ്ങാൻ പറ്റില്ല, സഹിക്കാൻ വയ്യ ഇതാവും. അതുകൊണ്ട് അത്ര കണ്ട് അവർ തയ്യാറായിരിക്കണം, അത്ര കൊണ്ട് ലൈറ്റ് പാസഞ്ചേഴ്സ് ആയിരിക്കണം. അപ്പോഴേ പ്രണവത്തിനൊക്കെ അവർ അധികാരികളാവുള്ളൂ എന്നൊക്കെയാണ് മന്ത്രശാസ്ത്രം. പോട്ടെ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വേറെ എന്തെങ്കിലും വെച്ചോണ്ട് പറയുകയാണെന്ന് വിചാരിക്കും നിങ്ങള്. അതുകൊണ്ട് ചിലപ്പോ ആരെങ്കിലുമൊക്കെ ഞാൻ പ്രണവം ജപിക്കാൻ പാടില്ലേ, ജപിച്ചോളൂ, അത്രേ പറയുള്ളൂ. ഞാൻ ഗായത്രി ജപിക്കാൻ പാടില്ല, ജപിച്ചോളൂ, എന്ത് വേണമെങ്കിലും ജപിച്ചോളൂ. അങ്ങനെ പറഞ്ഞാൽ അധിക ദിവസമൊന്നും ചെയ്യില്ല. ഇത് വെറുതെ വാശിക്ക് ഞാൻ ചെയ്യാൻ പാടില്ലെന്ന് ചോദിക്കാണ്. ചെയ്തോളൂ എന്ന് 4 ദിവസം ചെയ്തിട്ട് വിടും. അത്ര തന്നെ. എവിടെ ചെയ്യാൻ പോണം? അവനവന് ഒരു മാർഗം കിട്ടും, ആ മാർഗത്തിൽ മുന്നോട്ട് പോവാം. ഇവിടെ യോഗികളുടെ പ്രയാണപദ്ധത്തിനെ പറയാണ്. നമുക്കതിന് അധികാരം സിദ്ധിച്ചു എന്ന് വെച്ചാൽ നമ്മൾക്ക് ഗുരുമാർഗ ഉപദേശമായിട്ടോ ആ സമയമായി നമുക്ക് പക്വമായി നമുക്ക് സിദ്ധിച്ചാൽ യാതൊരു വിഷമല്ല. പിന്നെ അത് തന്നെ ഓമിത്യേകാക്ഷരം ബ്രഹ്മവ്യാഹരൻ മാമനുസ്മരൻ എന്ന് വെച്ചാൽ അന്തര്യാമി, ആ പ്രണവം കൊണ്ട് കുറിക്കപ്പെടുന്നതായ അക്ഷരത്തിനെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകൾക്കും സാക്ഷിയായിരിക്കുന്ന ഇരുപ്പ് ആത്മാവിനെ സ്മരിച്ചുകൊണ്ട് യപ്രയാതി, അയാളെ ശരീരത്തിനെ വിടുകയാണ്. ശരീരത്തിനെ പാമ്പ് അതിന്റെ പുറംചട്ട അഴിച്ചിട്ടിട്ട് പോയിട്ടുണ്ടാവും അല്ലേ? പല സ്ഥലങ്ങളും നമ്മൾ കാണും. പാമ്പിന്റെ ചട്ട കിടക്കണമെന്ന് പറയും. പല കിണറ്റിന്റെ കരയിലും അതിന്റെ മേലെയൊക്കെ കാണും. അതുപോലെ യോഗി ഇവിടെ ശരീരത്തിന് ഇട്ടിട്ട് പോകുന്നതാണ്. അഹിർ നിർവൈനീയത്വത് വൽമീകേ പ്രസ്തൃത. ഒരു മൺകൂനയുടെ മുകളിലോ
ഒരു പുറ്റിന്റെ മുകളിലൊക്കെ പാമ്പിന്റെ ചട്ട കിടക്കണ പോലെ യോഗി ശരീരത്തിനെ ഇവിടെ ഇട്ടിട്ട് അങ്ങടെ പ്രയാതി എന്നാണ്, പുറപ്പെടുന്നതാണ്. ത്യജൻ ദേഹം, അവൻ എന്താവുന്നു? സയാതി പരമാം ഗതിം, അവൻ പരമമായ ഗതിയെ പ്രാപിക്കും എന്ന് പറഞ്ഞപ്പോ അർജുനൻ നമ്മളെ പോലെ തന്നെ വായു പൊളിച്ചിരുന്നു പോയി. അർജുനൻ പറഞ്ഞു, ഭഗവാനെ ഇതൊക്കെ ഇപ്പൊ എനിക്ക് പറ്റുമോ? പേടിക്കണ്ട അർജുന. അനന്യചേതാഹ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭഃ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. രമണാശ്രമത്തില് ഒരു കഥ പറയാം. രമണ ഭഗവാന്റെ പാർഷദന്മാരില് അനേകം ഭക്തന്മാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ കഥകൾ ഇപ്പൊ പുസ്തക രൂപത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ കുറച്ചൊക്കെ കേട്ടാലേ നമുക്ക് ശാസ്ത്രമൊക്കെ മനസ്സിലാവുള്ളൂ. അതില് ചിദംബരത്തിൽ നിന്നും നടേശയ്യർ എന്ന് പറഞ്ഞ ഒരാള് എന്തോ വൈരാഗ്യം വന്നു, അവിടുന്ന് പുറപ്പെട്ടങ്ങോട്ട് പോന്നു തിരുവണ്ണാമലയ്ക്ക്. ഭാര്യയുടെ അടുത്ത് ചണ്ട കൂടി പുറപ്പെട്ടു വന്നതാ. എന്തോ ഒരു കാരണം നടന്നു വന്നു. ചിദംബരത്തിൽ നിന്ന് അരുണാചലത്തിൽ വന്നു. എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കണം. അന്നത്തെ കാലത്ത് അവിടെ ജനവാസം ഇല്ലാത്ത സ്ഥലമാണ്. അരുണാചലേശ്വരർ കോവിലില് ചന്ദന അരച്ചു കൊടുക്കും, അതാണ് പണി. ചന്ദന അരച്ചു കൊടുത്ത് അതുകൊണ്ട് ഭക്ഷണം കിട്ടും, എന്തെങ്കിലും ഇത്തിരി പൈസയും കിട്ടും. അവിടെ ആ പണിയൊക്കെ ചെയ്ത് ഗിരിപ്രദക്ഷിണം ചെയ്യാൻ പോകുമ്പോ രമണ ഭഗവാനെ കണ്ടിട്ട് പോകും. ഇങ്ങനെ തുടങ്ങിയതാണ് ആ ജീവിതം. ആശ്രമത്തിൽ വരും, മഹർഷിയെ കാണും. ഒന്നും സംസ്കൃതം അറിയില്ല, എഴുതാൻ വായിക്കാൻ പോലും കാര്യമായിട്ടൊന്നും അറിയില്ല. മഹർഷി വന്ന് കാണും, പ്രദക്ഷിണം കഴിഞ്ഞു. കുറെ ദിവസം കഴിഞ്ഞ് ഈ ചന്ദന അരച്ച് ഏറ്റവും മെനക്കെട്ട പണിയാണല്ലോ, കൈ വരയ്ക്കാൻ തുടങ്ങി. അപ്പൊ ആശ്രമത്തില് വന്ന് ചോദിച്ചു, ഞാനിവിടെ അടുക്കള പണിയൊക്കെ ചെയ്തോളാം, നല്ലവണ്ണം പാചകം ചെയ്തോളാം, പാചകത്തിന് സഹായമായിട്ടൊക്കെ നിന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ അമ്പലത്തിലെ പണി വിട്ട് ആശ്രമത്തിൽ വന്നു. അവിടെ നല്ല പണിയുണ്ടാവും. അടുക്കളയില് ധാരാളം പണിയുണ്ടാവും. നല്ല പക്വികളായ നല്ല വിൽ പവറുള്ള കുറെ സ്ത്രീകൾ, വയസ്സായ പാട്ടിമാർ, മുത്തശ്ശിമാരാണ്, വൃദ്ധകളാണ് അടുക്കള പണിയൊക്കെ. ശാന്തമ്മ പാട്ടി, സമ്പൂർണ പാട്ടി, ശങ്കരമ്മ പാട്ടി, എല്ലാം ഒക്കെ പാട്ടിമാരാണ്, വൃദ്ധമാർ. അവര് നല്ലവണ്ണം പണിയെടുപ്പിക്കും അദ്ദേഹത്തിന്. അദ്ദേഹം പറയും, പ്രാരബ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കാനേ പാടില്ല. ഒരു പൊമ്മനാട്ടിയിട്ടേന്ന് വെളിയിൽ കുതിച്ച് 4 പേർക്കിട്ട മാട്ടിയിട്ടോട്ടെ. നല്ലവണ്ണം പണിയെടുക്കുക. എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ രമണ ഭഗവാന്റെ മുമ്പിൽ വന്നിരിക്കും, അടുത്ത് വന്നിരിക്കും. അവിടെ നടക്കുന്ന സംവാദങ്ങളിലൊക്കെ പാർട്ടിസിപ്പേഷൻ, വായു പൊളിച്ചിരിക്കും. അത്ര തന്നെ, ഒന്നും മനസ്സിലാവില്ല. ടോക്സിൽ തന്നെ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം. അദ്ദേഹം ഭഗവാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എല്ലാവരും എന്തൊക്കെയോ ശാസ്ത്രം പറയണു, ഗീത പറയണു, ഉപനിഷത്ത്, വേദാന്തം ഒക്കെ പറയണു, എനിക്കൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഭഗവാൻ, ഒന്നും തെരിയല്ലേന്ന് തെരിയറതോ ഇല്ലയോ, ഒന്നും അറിയണില്ല എന്ന് അറിയണ്ടല്ലോ അല്ലേ, അത് ആർക്കറിയണമെന്ന് നോക്കൂ, അത് മതി. എന്തോ സമാധാനായി. എപ്പോഴും ഓം ഓം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലും അടുക്കളയിൽ നിന്ന് വല്ല സാധനം ചോദിച്ചാൽ പോലും ഓം എന്ന് പറയും. ജീവൻ അവ്യക്തമായി പക്വപ്പെടും. ഇദ്ദേഹം അവ്യക്തമായി പക്വപ്പെട്ട ഒരാളാണ്. ദേഷ്യം വരും, ഒരുപാട് ദേഷ്യം വരും. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പണി കൊടുത്തു കഴിഞ്ഞാൽ ദേഷ്യം വെച്ച് പാത്രമൊക്കെ ചുവട്ടിൽ വെച്ചിട്ട് വന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് നിലത്ത് കിടന്ന് ഉരുളും. അരുണാചല ശിവ. ഒരു ദിവസം ആരോ പറഞ്ഞു, ഇങ്ങനെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കിടന്ന് പഴയണമല്ലോ, ദേഷ്യം തീർക്കാനും മണ്ണ് കിടന്ന് പിറകണത്.
ഭഗവാൻ അടുത്ത് പോയി ചോദിക്കും, ദേഷ്യം വന്നാൽ എങ്ങനെ കോൺകർ ചെയ്യണമെന്ന് ചോദിക്കുന്നു. അത് നല്ല ആശയം, പോയി ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ദേഷ്യം വന്നത് നേരെ ഹാളിന്റെ ഉള്ളിൽ പോയി. നോക്കൂ, ഈ ചോദ്യം ചോദിക്കാനുള്ള അധികാരം പോലും നമ്മളുടെ കയ്യിലില്ല. അനുശാസിതാരം നമ്മൾ പറഞ്ഞില്ലേ, അന്തര്യാമിയായി ആള് തീരുമാനിക്കണം എന്ത് ചോദിക്കണം. നേരെ ഉള്ളിൽ പോയ ആള്, ഭഗവാനെ ഗിരിപ്രദക്ഷിണം പോയി വരട്ടുമാ ഭഗവാനെ. ദേഷ്യം വന്നാ എന്ത് ചെയ്യണം ചോദിക്കാൻ പോയ ആളാണ്, ഗിരിപ്രദക്ഷിണം പോട്ടെ എന്ന് ചോദിച്ചു. പോയിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പൊ വേറെ ചോദ്യമൊന്നുമില്ല, പ്രദക്ഷിണം പോയി. പ്രദക്ഷിണം പോയിട്ട് വരുമ്പോ പിന്നെ എവിടെ ദേഷ്യം ഉണ്ടാവാൻ പോണ്? എത്ര നേരം ദേഷ്യപ്പെട്ടിരിക്കാൻ പറ്റും? തിരിച്ചു വരുമ്പോഴേക്കും ദേഷ്യമൊക്കെ പോയി. അപ്പൊ പിന്നെ ഓരോരിക്കും കോപം വരുമ്പോഴും പ്രദക്ഷിണം പോകും. പിന്നെ മൂപ്പർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ആരെങ്കിലുമൊക്കെ മൂപ്പർ എന്തെങ്കിലും പറയുമ്പോഴാണല്ലോ ദേഷ്യം വരിക. അത് എവിടുന്ന് പഠിച്ചു എന്നറിയില്ല, ഒരു ടെക്നിക്ക്. ആരെങ്കിലുമൊക്കെ നടേശയ്യ உங்களை அவ இப்படி சொல்றா தெரியுമോ? അയ്യ അവനക്ക് ഒന്നും தெரியாதுன்னா. ആരെങ്കിലും നിങ്ങളെ കുറ്റം പറയുന്നത് അവനൊന്നും അറിയില്ല എന്നാണ്. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടെന്ന് അർത്ഥം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനം ആയിക്കോളും എന്നർത്ഥം. ഇയാളെ ആരും കാര്യമായിട്ട് ഗണിച്ചില്ല. അദ്ദേഹം ഒരു യോഗിയോ ഭക്തനോ ആയിട്ടൊന്നും ഗണിച്ചില്ല. ഒന്നും അറിയാത്ത മനുഷ്യൻ. മഹർഷിയുടെ സമാധിക്ക് ശേഷം, കുറെ വർഷങ്ങൾക്ക് ശേഷം, ഒരു ദിവസം എല്ലാവരിടത്തും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആരും സീരിയസ് ആയിട്ട് എടുത്തില്ല. ഒരു ദിവസം ആശ്രമത്തിലെ ഇൻചാർജ് ആയിട്ടുള്ള ഒരു ഭക്തനെ വിളിച്ചിട്ട് പറഞ്ഞു, പാര് இன்னைக்கு 16வது நாள் ഭഗവാൻ എന്നെ കൂട്ടിന് പോകാൻ പോறார். இன்னைக்கு 16ാമത്തെ നാള് ഭഗവാൻ എന്നെ വിളിച്ചോണ്ട് പോകാൻ പോണു, ഞാൻ പോവും. ഓ, ആരും സീരിയസ് ആയിട്ട് ഒക്കെ തമാശ ചിരിച്ചു. അടുത്ത ദിവസം പറഞ്ഞു 15 നാൾ. ഇതിങ്ങനെ 10 നാളായി, 12 നാളായി, 10 നാളായി, 9 നാളായി, 8 നാളായി, ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ വന്നു. അപ്പൊ ഇദ്ദേഹത്തിന് കുറച്ച് ശരീരത്തിന് ഇത്തിരി ക്ഷീണമുണ്ട്. ഇനിയിപ്പോ നമ്മൾ നോക്കിയില്ല എന്ന് വേണ്ടെന്ന് പറഞ്ഞ് ഒരു ഭക്തനെ വെച്ച് കാറിൽ കയറ്റിയിട്ട് മദ്രാസിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ഒക്കെ ചെയ്തു. ആ കൂട്ടിക്കൊണ്ടുപോയ ആളിപ്പോഴും ഉണ്ട് അവിടെ, സന്യാസിയായിട്ടുണ്ട്. പൂർവാശ്രമത്തിലെ ശേഷാദ്രിന്ന് പേര്. അദ്ദേഹം കാറിൽ കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ അദ്ദേഹം നല്ല വയസ്സായ ഒരു സ്വാമി അവിടെ ഉണ്ട്. അദ്ദേഹമാണ് കൂട്ടിക്കൊണ്ടുപോയത്. ഹോസ്പിറ്റലിലൊക്കെ പോയി ചെക്കപ്പ് ചെയ്തോ ഒന്നും ഒരു കുഴപ്പമില്ല. തിരിച്ചു വരുമ്പോ പറഞ്ഞു, അടേ ശരി, உங்களுக்கு ஒன்றும் கிடையாது, ஒரு ப்ராப்ளமும் இல்லை, உனக்கு தெரியாதுண்ணா, அதுவும் தெரியாது. ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോകാൻ വരാൻ പോകുന്നു, പ്രോബ്ലം എന്ന് പറയണോ നീ? ഭഗവാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരാൻ പോണു, എനിക്കെന്ത് പ്രോബ്ലം? ഒരു പ്രോബ്ലവും ഇല്ല. ഇനി 6ാമത്തെ ദിവസം ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോകാൻ പോകണം. എന്തു പറഞ്ഞാലും കേൾക്കണില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ ഇനി 100 വയസ്സിരിക്കും എന്ന് പറഞ്ഞു. ഉനക്കൊന്നും தெரியாதுண்ணா, എനിക്കൊന്നും അറിയില്ല. 6ാമത്തെ ദിവസം ഭഗവാൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ 6 ദിവസം, 5 ദിവസം, 4 ദിവസം, 3 ദിവസം, അവസാനത്തെ 2-3 ദിവസം ആഹാരം കഴിക്കലൊക്കെ നിർത്തി. വെള്ളമോ പാലോ ഒക്കെ മാത്രം കുടിച്ചു. തലേ ദിവസം ആശ്രമത്തിൽ മുമ്പ് ആദ്യം ഏത് ഭക്തനെടുത്ത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ, നാളെ ഭഗവാൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരാൻ പോകുന്നു. നാളെ 2 മണിക്ക് വന്നിട്. എന്തോ പാർട്ടിക്കൊക്കെ വിളിക്കണ പോലെ 2 മണിക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു. ഈ ഭക്തൻ ശരി നടേശന ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോയി. ഓഫീസിൽ ജോലിയൊക്കെ അടുത്ത ദിവസം ഉച്ചയ്ക്ക് കാഷ്വലായിട്ട് തോന്നിയതാണ്. അന്ന് രാവിലെ പോലും കണ്ടിട്ടുണ്ട്. രാവിലെ വന്നപ്പോ 2 മണി മറക്കണ്ട എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് 2 മണിക്ക് ഓഫീസ് അടച്ചിട്ട് അദ്ദേഹം കിടക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ശരി, എന്തായാലും പോയി നോക്കാന്ന് പറഞ്ഞ് പോയതാണ്. അദ്ദേഹം കിടക്കണ്ട്. ഭഗവാൻ വന്നിരിക്കാണ്. ഭഗവാൻ ഇരിക്കണം എന്റെ മുമ്പില്. ഭഗവാൻ എന്നെ വിളിച്ചുകൊണ്ട് പോവാൻ വന്നിരിക്കണം. தெரியாதா? எனக்கு தெரியலையே நடேஷ். இதோ உட்கார்ந்துருக்காரு பாரு. ഓം ജപിച്ചു. സുഖമായിട്ട് ശരീരമാണ്. കറക്റ്റ് 2:30 ഷാർപ്പ്. ഗംഭീരമായിട്ട് ശരീരം.
1970 ഇയർ എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അപ്പൊ അതേപോലെ വാൾട്ടർ കീൽസ് എന്ന് പറയുന്ന ഒരു വെസ്റ്റേണർ, അമേരിക്കൻ, അദ്ദേഹവും മഹർഷിയുടെ പാർശ്വന്മാരിൽ ഒരാളാണ്. അദ്ദേഹം ലാസ്റ്റ് ഡേ തന്റെ ഡിവോട്ടീസ്, തന്റെ ഫോളോവേഴ്സിനെ ഒക്കെ വിളിച്ച് എല്ലാവർക്കും ഒരു ടോക്കൊക്കെ കൊടുത്ത്, ഒരു ടീ പാർട്ടിയൊക്കെ കൊടുത്ത് എല്ലാവരോടും പറഞ്ഞു, ഞാനിന്ന് ശരീരം വിടാൻ പോവാണെന്ന് പറഞ്ഞ് ഭഗവാന്റെ ഫോട്ടോന് മുമ്പിൽ തലയണയൊക്കെ വെച്ച് കിടന്ന് ശരീരം വിട്ടു. ഇച്ഛാമൃത്യു അതവർക്ക് നിയതിയായിരിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഡെമോൺസ്ട്രേഷനാണ്, ശാസ്ത്രത്തിന്റെ ഡെമോൺസ്ട്രേഷനാണ്. എങ്ങനെ ഭഗവാനോട് പറഞ്ഞു അതുപോലെ യോഗികൾ ശരീരം വിടാൻ ഒക്കുവോ എന്ന് വെച്ചാൽ വിവേകാനന്ദ സ്വാമികൾ ഏകദേശം അതേപോലെയാണ്. ഒരു 4-5 ദിവസം മുമ്പ് തന്നെ ദ്വാദശി ഒക്കെ നോക്കി, ഏകാദശി ദ്വാദശി തിഥിയൊക്കെ എടുത്ത് പഞ്ചാംഗത്തിലെടുത്ത് നോക്കി. അന്നത്തെ ദിവസം വൈകുന്നേരം അവർക്ക് ശാസ്ത്രപാഠമൊക്കെ എടുത്തു. എന്നിട്ട് ആരത്തിക്ക് ശിഷ്യന്മാരെയൊക്കെ പറഞ്ഞയച്ചു. ഒരു ശിഷ്യന്റെ അടുത്ത് മാത്രം പറഞ്ഞു, നീ ഇവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഇരുന്നു ജപമാല എടുത്ത് ജപം ചെയ്തു. എന്നിട്ട് കിടന്ന് തലയിൽ വീശാൻ പറഞ്ഞു. തലയിൽ വിസറി കൊണ്ട് വീശിക്കൊണ്ടേ ഇരിക്കും, ശരീരം പോയി. വിധൃതി പടർന്ന് അല്പം രക്തം പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ്. ഈ വിധൃതി അണ്ണാക്കിന്റെ ചുവട്ടുനിന്ന് മേലേക്കുള്ള യാത്രാമാർഗം എന്ന് തൈത്തിരീയോപനിഷത്തിലുണ്ട്. ഇതൊക്കെ യോഗികളുടെ മാർഗമാണ്. ഭഗവാന് ശരണാഗതി ചെയ്തുകൊണ്ടിരിക്കുന്ന യോഗികൾ ചിലപ്പോൾ പ്രകൃതിലീന പുരുഷന്മാർ ലോകത്തിൽ വന്ന് ജനിക്കുമ്പോഴും ഈ പഥത്തിലൂടെ തിരിച്ചു പോകും. മനസ്സിലാവും. എന്തെങ്കിലും കാര്യമായിട്ട് ഈ ലോകത്തിൽ വന്ന് ജനിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് തിരിച്ചു പോകുന്ന ആളുകളുണ്ട്. അവരാണ് പ്രകൃതിലീന പുരുഷന്മാരെന്ന് പറയണത്. ബ്രഹ്മസൂത്രത്തിൽ തന്നെ ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട്. യാവതധികാരം ആധികാരികാണാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് എത്ര കണ്ട് നിയതി കൊടുത്തിട്ടുണ്ടോ, എത്ര കണ്ട് അവർക്കൊരു പവർ കൊടുത്തിട്ടുണ്ടോ, ആ പവറിന്റെ ഉള്ളിൽ ഇരുന്ന് അവർ ചില പ്രവൃത്തി, അവരുടെ ഒന്നും പവർ അല്ലാതെ ആ ഈശ്വരൻ തന്നെ അവർക്കൊരു നിയമനം ചെയ്ത് വിട്ടിട്ട് അത് കഴിഞ്ഞു കഴിയുമ്പോൾ അവർ വന്ന മാർഗത്തിലൂടെ വിഡ്രോ ചെയ്ത് പോകും. ഇവരെയാണ് നമ്മൾ പൊതുവെ അവതാര പുരുഷന്മാരായിട്ടൊക്കെ കാണുന്നത്. എന്നുവെച്ചാൽ ദേ ആർ ഗിവൺ ദ പവർ ഓഫ് നേച്ചർ. അവർക്ക് തന്നെ അറിയില്ല ആ പവർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. പക്ഷെ അവർ വന്ന് ലോകത്തിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് വന്ന വഴിയെ തിരിച്ചു പോകും. രമണ ഭഗവാന്റെ മഹാസമാധി സമയത്ത് ബാഹ്യമായിട്ട് എന്താ കണ്ടു? ജ്യോതി, അല്ലെ? അഗ്നിസ്തംഭം. അതുപോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. എത്രയോ മഹാത്മാക്കൾ പോയിട്ടുണ്ട്. എന്തിനാ ഈ അഗ്നിഗോളം അദ്ദേഹത്തിന്റെ മരണസമയത്ത് മാത്രം ഒന്ന് കണ്ടത്? അഗ്നിസ്ഫുലിംഗം, അതൊക്കെ തന്നെ അപൂർവ ജന്മങ്ങളുടെ ലക്ഷണങ്ങളാണ്. ഇതൊക്കെ ശാസ്ത്ര സമ്മതമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഇവിടെ ഭഗവാൻ ഒരു പ്രത്യേകമായ ഒരു ശരീരവിസർജന മാർഗത്തിന് പറയാണ്. ഭീഷ്മരും അങ്ങനെയാണല്ലോ. വിസർജൻ ജനാർദ്ദനം, ജന്യം വിസർജത് ജനാർദ്ദനം. ജന്യം ഈ ശരീരത്തിനെ ജനാർദ്ദനെ മുമ്പിൽ കണ്ടുകൊണ്ട് ജന്യമായി ശരീരത്തിനെ വിസർജനം ചെയ്തു. നോക്കൂ, സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യ മൂർധിനി ആധായ ആത്മനഃ പ്രാണം ആസ്ഥിതോ യോഗധാരണാം ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യഃ പ്രയാതി ത്യജൻ ദേഹം സയാതി പരമാംഗൽ. ഈ ഒന്നും അറിയാത്ത നടേശയരും ഓം എന്ന് ജപിച്ചുകൊണ്ട് തന്നെ ശരീരം വിട്ടുപോയി. അനന്യചേതാഹ സതതം യോമാം സ്മരതി നിത്യശഃ. ഭഗവാൻ പറഞ്ഞു, അന്യ വിഷയങ്ങളിൽ മനസ്സ് വിടാതെ ഒരു ദിവസം 2 ദിവസം അല്ല, ഓർമ്മയുള്ളപ്പോഴൊക്കെ തന്നെ 365 ദിവസവും ജീവിത യാവതായുഷ്കാലം ഭഗവത് സ്മരണം ചെയ്തുകൊണ്ടിരുന്നാൽ അർജുന, അവന് ഞാൻ വളരെ സുലഭമാണ്, ഞാൻ സുലഭനാണ്. തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിന. അവൻ നിത്യയുക്തനായ യോഗിയാണ്. എന്ന് വെച്ചാൽ അവൻ കോൺസ്റ്റന്റ് റിക്കളക്ഷൻ ഉള്ളവനാണ്. സഹജമായ പ്രേമഗർഭസ്മൃതി അവന്റെ ഉള്ളിലുണ്ട്. രാമാനുജാചാര്യരുടെ വാക്കാണ് പ്രേമഗർഭസ്മൃതി.
ശ്രീരാമാനുജ ഭാഷ്യത്തില് ഉപയോഗിക്കുന്ന വാക്കാണ്. ആ സ്മൃതിയില് പ്രേമം ഗുംഭിതമായിട്ടിരിക്കുന്നതാണ്. പ്രേമഗർഭസ്മൃതിയോടുകൂടെ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവൻ. അങ്ങനെ നിരന്തര സ്മരണ ചെയ്യുന്നവന് ഭഗവാൻ പറഞ്ഞു സുലഭ പാർത്ഥ, ഞാൻ വളരെ സുലഭനാണ്, സുലഭമായിട്ട് അവന് എന്നെ കിട്ടും. തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. അപ്പോ നമുക്കുള്ള മാർഗമാണ് ഭഗവൻ നാമം ഇടാതെ ജപിക്കാം. അതുകൊണ്ടാണ് ഈ നാമജപത്തിനെ കടഞ്ഞെടുത്ത് എല്ലാ ഭാഗവതന്മാരും പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്ന എളുപ്പമായിട്ടുള്ള വഴി എത്രയേ ഉള്ളൂ. ഓർക്കുക, സ്മരിക്കുക. ഞാൻ കർത്താവല്ല എന്ന് ഓർക്കാൻ വേണ്ടിയാണ് ഭഗവാനെ നിരന്തരം നാമം ജപിക്കണത്. അപ്പൊ ഭഗവാനാണ് ഉള്ളത്, ഭഗവാൻ ഉണ്ട് എന്ന് ഓർത്താൽ മതി. ഭഗവൻ നാമത്തിനെ വിടാതെ സ്മരിക്കാം. സദാ സ്മരണ ഉണ്ടെങ്കിൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ഈശ്വരന്റെ കയ്യിൽ കൊടുത്താൽ ഈശ്വരൻ കൊണ്ടുപോയിക്കൊള്ളും. ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളുന്നു മാത്രമല്ല നമുക്ക് അധികം വിഷമിക്കാനൊന്നും പറ്റില്ല എന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് വളരെ സുലഭമായ മാർഗത്തിലൂടെ കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളുന്നു. തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. പക്ഷെ നിത്യയുക്തസ്യ യോഗിനഃ എന്നുള്ളത് തന്നെ വേണം. ആവശ്യം വരുമ്പോ സ്മരിക്കലല്ല, അനുസ്യൂത സ്മരണം. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എപ്പോഴും. പ്രഹ്ലാദൻ അതാണ് ചെയ്തത്. ആസീനഃ സംവിശൻ തിഷ്ടൻ ശയാനഃ പ്രവിഭൻ ബ്രുവൻ നാനുസന്ധത്തയേതാനി ഗോവിന്ദ പരിരംഭിത. സദാ ഗോവിന്ദനെ ഹൃദയത്തിലുള്ളൂ, കൃഷ്ണനെ ഹൃദയത്തിലുള്ളൂ. സദാ കൃഷ്ണ സ്മരേത്തോ ഗിരിതര ഗോപാല ദൂസര നൊയി. മീര പറഞ്ഞു, എനിക്ക് ഗിരിധര ഗോപാലനല്ലാതെ വേറെ ഒന്നും അറിയില്ല എന്ന്. അങ്ങനെ ഒരു സ്മരണ ഉണ്ടെങ്കിൽ ഇമൈപ്പൊഴുതും എന്നെഞ്ചിൽ നീങ്കാതാൻ താഴ്വാഴ്ക. മാണിക്യവാചക സ്വാമികൾ പാടി, ഇമൈപ്പൊഴുതും എന്നെഞ്ചിൽ നീങ്കാതാൻ താഴ്വാഴ്ക. കണ്ണ് ഇമ വെട്ടുന്ന ഒരു നേരത്തേക്ക് പോലും എന്റെ ഹൃദയത്തിൽ നിന്നും പരമേശ്വരൻ പിരിഞ്ഞിരിക്കണില്ല. ഇമൈപ്പൊഴുതും എന്നെഞ്ചിൽ നീങ്കാതാൻ താഴ്വാഴ്ക. എങ്ങനെയാ സ്മരിക്കണത്? കരന്തപാൽ കണ്ണലോട് നെയ് കലന്താർ പോല சிறந்த அடியார் சிந்தனையுள் தேனூறி நின்று பிறந்த பிறப்பு அறுக்கும் எங்கள் பெருமான். നല്ല മധുരമായ സ്മരണ. അതിനൊരു ഉപമ പറഞ്ഞതാണ്. ഉപമിക്കാൻ വാക്കുകളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കരന്തപാൽ കണ്ണലോട് നെയ് കലന്താർ പോല சிறந்த അടിയാർ ചിന്തനയുൾ തേനൂറി നിன்று പിറந்த പിറപ്പ് അറുക്കും എങ്കൾ പെരുമാൻ. അല്ല, കറന്നെടുത്ത പാലില് കരിമ്പ് ജ്യൂസ് ഒഴിച്ച പോലെ. അതെങ്ങനെ ഉണ്ടാവും അറിയില്ല എനിക്ക്. അതിന്റെ ടേസ്റ്റ് ഒന്നും നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല. അത് ഇൻഎക്സ്പ്രസിബിൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയാണ്. കറന്തപാൽ കണ്ണലോട് നെയ് കലന്താർ പോലെ, അതിൽ നെയ്യും ചേർത്ത്. ചിരന്ത അടിയാർ ചിന്തനയുൾ തേനൂറി എന്ന് വെച്ചാൽ മധുരിച്ച് 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 മധുരമായ സ്മരണയോടുകൂടെ പിറந்த പിറപ്പ്, ജനിച്ചു മരിച്ചു ജനിച്ചു മരിച്ചു, ഈ പ്രക്രിയ ഉണ്ടല്ലോ, ഇതിനെ വേരോടെ വെട്ടിക്കളയുന്നു ആ ഭഗവാൻ എന്റെ ഹൃദയത്തിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ്. എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാ ഈ ഭാഗ്യം കിട്ടിയതെന്ന് പറയുന്നത്. പുല്ലാകി പൂടായി പുഴുവായി മരമാകി പൽമിരുകമാകി പറവയായി പാമ്പായി കല്ലായി മനിതരായി പേയായി ഗണങ്ങളാകി വല്ല അസുരരായി മുനിവരായി ദേവരായി സല്ലാ நின்ற இஸ்தாவர ஜங்கமத்துள் எல்லா பிறப்பும் பிறந்து இளைத்தேன் எம்பெருமான் மெய்யே உன் பொன்னடிகள் கண்டின்று வீடுற்றேன் உய்யவன் உள்ளத்துள் ஓங்காரமாய் நின்ற மெய்யா விமலா விடைப்பாகாம் வேதங்கள் ஐயா என ஓங்கி ஆழ்ந்து அகன்ற நுண்ணியனே. എത്രയോ ജന്മങ്ങൾ പുല്ലായി പൂടായി പുഴുവായി മരമായി മൃഗമായി മുനിയായും ദേവനായും ഒക്കെ ഇരുന്ന അവസാനം എന്റെ ഹൃദയത്തില് ഓംകാരമായി വിളങ്ക പ്രണവസ്വരൂപത്തില് ഭഗവാൻ ഓമിത്യേകാക്ഷരം ബ്രഹ്മ ഹൃദയത്തിൽ പ്രകാശിച്ചു. മെയ്യേന്ന് വിളിക്കുകയാണ് ഭഗവാനെ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ പൊയ്യെന്നർത്ഥം.
കള്ളം. മെയ്യേവുൻ പൊന്നടികൾ കണ്ട് ഇன்று വീടുറ്റേ. ഞാനിന്ന് ഫ്രീ ആയി. എപ്പോ മെയ് സത്യസ്വരൂപനായ ഭഗവാനെ ഹൃദയത്തിൽ കണ്ടപ്പോ ഇന്ന് ഫ്രീഡം. എങ്ങനെ രക്ഷപ്പെട്ടു? എന്റെ ഹൃദയത്തിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നു കുടിയേറി പാർത്തു എന്നാണ്. ഉയ്യവൻ ഉള്ളത്തുൾ ഓങ്കാരമായി നിன்ற മെയ്യാം. അങ്ങനെ ഭഗവാനെ നിരന്തരം സഹജമായി സ്മരിക്കുമ്പോ സാതത്യമുണ്ടെങ്കിൽ, സ്മരണ നിരന്തരം ഉണ്ടെങ്കിൽ, ഞാൻ വളരെ സുലഭമാണ് ഭഗവാൻ പാർത്ഥാന്ന്. ഇത്രയും സുലഭമായിട്ടൊരു കാര്യമില്ല. ഇത്രയും സൗലഭ്യം വേറെ ഒന്നിലുമില്ല. നഹി അച്യുതം പ്രീണയത്തോ ബഹു ആയാസോ അസുരാത്മകാഹ അസുരാത്മജാഹ. പ്രഹ്ലാദൻ പറയണം, ഒരു വിഷമമില്ല അസുര കുട്ടികളെ. ആത്മത്വാത് സർവഭൂതാനാം സിദ്ധത്വാദിഹ സർവത. അവൻ എല്ലാവരുടെയും ആത്മാവാണ്, എപ്പോഴും സിദ്ധവസ്തുവാണ്, കിട്ടിയിട്ടുള്ള വസ്തുവാണ്. അങ്ങനെ ഭഗവാനെ ഹൃദയത്തിൽ കിട്ടിയാൽ പിന്നെ എന്താ? പിറപ്പറുക്കും എന്ന് പറഞ്ഞല്ലോ. നോക്കൂ, അടുത്ത ശ്ലോകം നോക്കൂ. മാമുപേത്യ പുനർജന്മാ ദുഃഖാലയമശാശ്വതം നാപ്നുവന്തി മഹാത്മാനഃ സംസിദ്ധിം പരമാം ഗതാഃ. മാം ഉപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തി മഹാത്മാനഃ സംസിദ്ധിം പരമാം ഗതാഃ. സംസിദ്ധി എന്ന് വെച്ചാൽ സമ്യക് സിദ്ധി എന്നർത്ഥം. നിത്യസിദ്ധമായ ആത്മാവിനെ സിദ്ധിക്കുന്നത് സംസിദ്ധി. പുറമേ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് സംസിദ്ധി. എന്തോ കിട്ടി. ഇത് സമ്യക് സിദ്ധിയാണ്, ആത്മസിദ്ധിയാണ്. ഒരിക്കൽ കിട്ടിയാൽ പിന്നെ നഷ്ടമാവുകയേയില്ല. അങ്ങനെ ഒരു വസ്തുവേ ഉള്ളൂ, ഭഗവാൻ മാത്രം. കാരണം അത് എപ്പോഴും കിട്ടിയിട്ടുള്ള വസ്തുവാണ്, കിട്ടുന്ന വസ്തുവല്ല, നിത്യസിദ്ധം. ആ സംസിദ്ധി കിട്ടിയവൻ, അവൻ എന്താ വലിയൊരു ലാഭം? പിന്നെ പുനർജന്മ ഇല്ലാന്ന്. പുനർജന്മം എന്താ? ദുഃഖാലയം അശാശ്വതം. ഭ്രാന്താലയം എന്നൊക്കെ കേരളത്തിനെ വിളിച്ചു പണ്ട്. ഇവിടെ ഇപ്പൊ ദുഃഖാലയം എന്നാണ് വിളിക്കുന്നത്. ഭഗവാൻ പറയണത് ഈ ലോകം ഉണ്ടല്ലോ, പടച്ചവൻ തന്നെ പറയണു ഒരു മാനുഫാക്ചർ ഡിഫക്റ്റ് ഇവിടെ ഉണ്ട് എന്നാണ്. എന്താ? ദുഃഖാലയം അശാശ്വതം. ഇവിടെ ദുഃഖം കൂടാതെ കഴിക്കാൻ ആർക്കും സാധ്യമല്ല. കൃഷ്ണനും രാമനും ഒക്കെ ജനിച്ച് ദുഃഖിച്ച് കാണിച്ചിട്ടുണ്ട്. ഭഗവാനെ എന്തിനാ ജനിച്ച്, കൃഷ്ണാവതാരം എന്തിനാ ജനിച്ചതെന്ന് വെച്ചാൽ, കൃഷ്ണൻ പറഞ്ഞ് ജനിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഒരു കംപ്ലൈന്റും കൊണ്ട് എന്റെ അടുത്ത് വരരുത്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന ഓരോ പ്രശ്നങ്ങളും 4 ഇരട്ടി ഞാൻ അനുഭവിച്ച് കാണിച്ചിട്ടാണ് തിരിച്ച് വൈകുണ്ഠത്തിൽ പോയിട്ട് ഇരിക്കുന്നത്. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്റെ അമ്മയ്ക്കും അച്ഛനും 6 കുട്ടികൾ മരിച്ചു. ഞാൻ ജനിച്ച ദിവസം മുതൽക്ക് പൂതന, ഭഗൻ, ചാണൂരൻ അതിലേതെങ്കിലും ഒരുത്തം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കില്ല. അത്രയും പേര് ദിവസം എന്റെ വീട്ടിലേക്ക് വരി വരിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെ നേരെ ചൊവ്വെ ഭക്ഷണം എന്താന്ന് വെച്ചാൽ പാലാഴി കിടന്നതാണ്. അതുകൊണ്ട് ഈ ഭക്ഷണമൊന്നും പോരാതെയാണ് 4 വെണ്ണ കെട്ട് തിന്നത്. അതിന് എത്ര ചീത്ത പേര്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ പോയി ഒരു കംസനെ ഒരു നിവൃത്തിയില്ലാതെ കൊന്നു. അത് കഴിയുമ്പോഴേക്ക് ഈ ജരാസന്ധൻ കൂട്ടം കൂട്ടമായി പടയെടുത്ത് വന്നു. അവരെടുത്തൊക്കെ യുദ്ധം ചെയ്തു, എന്തൊക്കെയോ ചെയ്തു. അവിടെ ഇവിടെയൊക്കെ പോയി ഒളിച്ചു. അവനെ കൊല്ലാനും നിവൃത്തിയില്ല ജരാസന്ധന്. ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ ഹസ്തിനാപുരത്തിൽ പോയി ഈ പാണ്ഡവരുടെ കൂടെ ചേർന്നു. അവിടുത്തെ പ്രശ്നങ്ങളൊന്നും പറയണ്ട. എച്ചിലടക്കം ഭക്ഷിക്കേണ്ടി വന്നു. അവരുടെ കൂടെ യുദ്ധത്തിന് നിൽക്കേണ്ടി വന്നു. കുതിരവണ്ടി ഓടിക്കേണ്ടി വന്നു. എത്ര പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഒന്നും മിണ്ടിപ്പോരുതെന്നാണ്. പൊളിറ്റിക്കൽ പ്രോബ്ലം അനുഭവിച്ചിട്ടുണ്ട്, ഫാമിലി പ്രോബ്ലം അനുഭവിച്ചിട്ടുണ്ട്. ശരി, എന്തോ ഒരു കല്യാണം കഴിക്കാന്ന് പോയാൽ ഓരോരുത്തരും ഓരോ കല്യാണം കഴിച്ച് ബുദ്ധിമുട്ടുന്നു. 16,008 കല്യാണം കഴിച്ച എന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂന്നാണ്. അതുകൊണ്ട് ഫാമിലി പ്രോബ്ലം എന്റെ അടുത്ത് പറയരുത്. ശരി, മക്കളൊന്നും ശരിയുമില്ല.
ഒരു മകൻ ജനിച്ചപ്പോ തന്നെ ആരോ മോഷ്ടിച്ചുകൊണ്ടുപോയി. വേറൊരു മകൻ പെൺവേഷം കെട്ടി മഹർഷികളുടെ മുമ്പിൽ പോയി ശാപവും വാങ്ങിച്ചുകൊണ്ട് വന്നു. മക്കളെ കുറിച്ച് എന്റെ അടുത്ത് ഒന്നും പറയരുത്. ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയി നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റും പറയാൻ പറ്റില്ല. മക്കളെ കുറിച്ച് എന്റെ അടുത്ത് പറയരുത്, ഭാര്യമാരെ കുറിച്ച് എന്റെ അടുത്ത് പറയരുത്. ധനത്തിനെ കുറിച്ച് എന്റെ അടുത്ത് പറയരുത്. രാഷ്ട്രീയ കാര്യങ്ങൾ എന്റെ അടുത്ത് എല്ലാ ദുഃഖവും അനുഭവിച്ചിട്ട് സേഫായിട്ട് വൈകുണ്ഠത്തിൽ പോയിരുന്നു. എന്തിനാന്ന് വെച്ചാൽ ഈ അവതാരം എന്തിനാ ഭഗവാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കംപ്ലൈന്റ് പറയാതിരിക്കാൻ. എന്താ ഭഗവാൻ ഈ ലോകം, അതല്ലേ ഞാൻ പറഞ്ഞില്ലേ, എഴുതി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ജ്യോത്സ്യം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ജ്യോത്സ്യരെ പണിക്കരെ മകള് ഗർഭിണിയാണ്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, ആൺകുട്ടിയെ പറക്കൂ, ആൺകുട്ടിയാണ്. എന്നിട്ട് പോണ പോക്കില് ഒരു പണി ഒപ്പിച്ചിട്ട് പോകും. ആൺകുട്ടിയാണ് ജനിച്ചതെന്ന് വെച്ചാൽ പണിക്കർക്ക് പേര്, പെൺകുട്ടിയാണ് ജനിച്ചത്. എന്താ പണിക്കരെ പ്രവചനം തെറ്റിപ്പോയത്? ദേ ആ കട്ടളയുടെ മേലെ ഒരു കടലാസ് ഉണ്ടോന്ന് നോക്കൂ. കടലാസ് എടുത്ത് നോക്കിയാൽ പെൺകുട്ടി എഴുതി വെച്ചിട്ടുണ്ട്. അത് പറയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞില്ല എന്നാണ്. ഇതുപോലെ ഭഗവാൻ ഞാൻ ഗീതയിൽ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിക്കൊള്ളൂ എന്നാണ്. നിങ്ങൾ പോയി പറഞ്ഞാൽ ഭഗവാൻ പറഞ്ഞ ദുഃഖാലയം അശാശ്വതം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. നിനക്ക് ലോകത്തിലുള്ള ബുദ്ധിമുട്ട് വേണ്ടാന്നുണ്ടോ അവിടെ നിങ്ങോട്ട് പോരാ. ഭൂർ ഭുവസ്വർ മഹർ ജനസ്തപ സത്യാക്കി എത്ര ലോകങ്ങൾ വേണമെങ്കിൽ മുകളിലുണ്ടോ പോയിക്കോളാം. അതിലൊക്കെ ദുഃഖത്തിന്റെ അളവ് കുറഞ്ഞു വരും. ബ്രഹ്മാവിന്റെ ലോകപര്യന്തം യാത്ര ചെയ്യാം. ബ്രഹ്മാവിന്റെ ലോകത്തിൽ ജ്ഞാനം നേടിയും വിമുക്തമാവാം. നിനക്ക് ഡയറക്റ്റ് ജീവൻ മുക്തി വിദേഹമുക്തി അധികാരമില്ലെങ്കിൽ അവിടുന്ന് ക്രമമുക്തിയായിട്ടെങ്കിലും മണ്ഡലങ്ങളായി കടന്നു വരാം. എന്തായാലും ഈ ഭൂമിയിലേക്ക് പോവാതിരുന്നാൽ അത്രയും രക്ഷപ്പെട്ടു. നഴ്സറി സ്കൂൾ തൊട്ട് പിന്നെയും തുടങ്ങണമല്ലോ അല്ലേ? പുനർജന്മ ദുഃഖാലയം അശാശ്വതം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനിയും ജടിലമായിക്കൊണ്ടേയിരിക്കുകയാണ് ജീവിതം. സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞ് ലോകത്തിൽ വരുന്ന സന്തോഷമായിട്ടാണോ ഇരിക്കണത്? എത്ര ദുഃഖങ്ങളാണ്, എത്ര പ്രശ്നങ്ങളാണ്. എല്ലാവരും വിചാരിക്കുന്നത് അവരവർക്ക് മാത്രമേ ദുഃഖമുള്ളൂ എന്നാണ്. എല്ലാവർക്കും ഇവിടെ ദുഃഖമുണ്ട്. അതുകൊണ്ട് ഭഗവാൻ തന്നെ പറഞ്ഞു ദുഃഖാലയം അശാശ്വതം. സുഖം വല്ലതും കിട്ടിയാലോ ഇന്നേക്ക് നിൽക്കുന്ന നാളേക്ക് നിൽക്കില്ല. സുഖമായിട്ടിരിക്കണോ, ഇരുന്നൂടെ, കുറച്ചു ദിവസം കഴിഞ്ഞതും പോയി. അശാശ്വതം. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ തിരിച്ചു വരണ്ടെന്നാണ്. എന്നാ ആപ്നുവന്തി മഹാത്മാന, ജ്ഞാനികൾ തിരിച്ചിവിടെ വന്ന് ജനിക്കണില്ല. നാപ്നുവന്തി മഹാത്മാന സംസിദ്ധിം പരമാം ഗതാ. ഹേ അർജുന, എന്നെ പ്രാപിച്ചവര് പുനരപി ജനനം ഓർക്കില്ല. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹ്യമുരാരേ. ആചാര്യസ്വാമികൾ നമുക്ക് വേണ്ടി എഴുതി തന്നൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയവര് മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം നാപ്നുമന്തി മഹാത്മാനഃ സംസിദ്ധിം പരമാം ഗത. ഈ ലോകം ദുഃഖാലയാണെന്ന് പറയണോ എന്ന് വെച്ചാൽ പറയാതെ നിർത്തില്ല. കണ്ണു തുറന്നു വെച്ചിട്ടുണ്ട്. കുറച്ചു കാലം സുഖം മാത്രം അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ സ്റ്റേറ്റ്മെന്റിന്റെ പവർ അറിയില്ല. കണ്ണു തുറന്നു ലോകത്തിൽ കണ്ടു നടക്കണം. ഒരു ചെറുപ്പ വയസ്സ് നല്ല സുഖമായിട്ടിരിക്കണു, പത്തായും വെറും ചക്കി കുത്തും, അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണെന്ന് പറഞ്ഞിരിക്കുമ്പോ ഉണ്ട വഴുകിയിരിക്ക, ഒന്നും അറിയില്ല. നമ്മൾ വ്യവഹാരത്തിനുള്ളിൽ പെട്ടുകഴിയുമ്പോ പലവിധത്തിലുള്ള ദുഃഖങ്ങൾ മേലേക്ക് കയറി വരുമ്പോഴാണ് അറിയണത് അല്ലേ? ഏകദേശം വയസ്സായ ആളുകളാണല്ലോ, ഏകദേശം എല്ലാവർക്കും അറിയാം. ഞങ്ങളൊക്കെ പിന്നെ പലചരക്ക് കച്ചവടമാണ്. എന്നുവെച്ചാൽ എല്ലാവരുടെ ദുഃഖവും കേൾക്കേണ്ടി വരും, ഒരുപാട് ആളുകളുടെ ദുഃഖം കേൾക്കേണ്ടി വരും. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ ഒരു ചാൻസ് ഭഗവാൻ തന്നിട്ടുണ്ട്. ദുഃഖാലയം അശാശ്വതം. പലവിധത്തിലുള്ള ദുഃഖം.
ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നുള്ള മറ്റുള്ളൊരു ദുഃഖം. എന്തുകൊണ്ടാ ഇങ്ങനെ ഇരിക്കണത് ഈ ലോകമെന്ന് തോന്നും. ഭഗവാൻ പറഞ്ഞത് അതിലേക്ക് തിരിഞ്ഞു നോക്കരുത്. മാമുപേത്യ, എന്നെ നോക്കൂ എന്നാണ്. എന്നെ ഭജിക്കൂ. നീ എന്തേ അത് ചെയ്യാത്ത? അതൊഴിച്ച് ബാക്കിയൊക്കെ ചെയ്തോണ്ട് നടക്കണമല്ലോ. നീ എന്നെ ഭജിക്കൂ എന്നാണ്. എന്നെ ഭജിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദുഃഖം നിനക്ക് തരണത്. ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ദുഃഖമില്ലാത്തതായ ഭഗവത് സ്വരൂപത്തിനെ സ്മരിക്കണം. സ്വസ്വരൂപത്തിൽ ആത്മാവിൽ ആനന്ദസ്വരൂപമായ ആത്മാവിനെ അറിയണം, സ്വരൂപത്തിനെ അറിയണം. അല്ലേ? അതിനു പകരം ദുഃഖം മറക്കാൻ വേണ്ടി കള്ളു വാങ്ങി കുടിച്ചിട്ട് എന്ത് കാര്യം? കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. എന്ത് ചിട്ടയാ ഓണത്തിന് ഇങ്ങനെ വാഹനത്തിൽ പോകുമ്പോൾ വരി വരി വരിയായിട്ട്. അമ്പലത്തിൽ ഗുരുവായൂർ പോലും ഇത്ര അടക്കത്തോടെ നിൽക്കില്ല. അത്ര ഡിസിപ്ലിൻ. ഗോഹത്യ, മദ്യപാനം, മാക്സിമം ഗോഹത്യ. ഇതാണ് സാക്ഷര കേരളം, ഗോഡ്സ് ഓൺ കൺട്രി. ഭാരതത്തിൽ ഒരിടത്തും ഇത്രയധികം ഗോഹത്യയില്ല. ഇത്രയധികം മദ്യപാനമില്ല. എന്താ കാരണം? അത്രയും ദുഃഖണ്ടേ. ചിലരുടെ അഭിമാനം എന്താന്ന് വെച്ചാൽ മലയാളികളായ ഒരു ഭിക്ഷക്കാരനെ പോലും കാണില്ല എന്നാണ്. ശരിയാണത്. കേരളത്തിൽ നിങ്ങൾ നോക്കിയാല് പാലക്കാടൊക്കെ കുറെ കാണുന്നത് പോലും തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്നൊക്കെയാണ് ഭിക്ഷ എടുക്കാൻ വരുന്നത്. ഞാൻ ആശിച്ചു പോകുന്നു കുറച്ച് ഭിക്ഷക്കാരുണ്ടായാൽ വേണ്ടില്ല എന്നാണ്. ഭിക്ഷയെടുക്കാനുള്ള ഹ്യൂമിലിറ്റി പോലും നമ്മളുടെ ഉള്ളിലില്ല. പോട്ടെ, വേറെ വിഷയം. ദുഃഖാലയമശാശ്വതം. ഇവിടെ ദുഃഖം തളം കെട്ടി നിൽക്കുന്നുണ്ട് ഉള്ളില്. അന്തരീക്ഷത്തിലുണ്ടത്. അതിനെ തീർക്കാനാണ് ഇങ്ങനത്തെ ഉപായങ്ങളൊക്കെ നോക്കണത്തെ മനുഷ്യൻ. പല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ നോക്കണത്. ഭഗവാൻ പറഞ്ഞു നേരെ ഒരു വഴി പറഞ്ഞു തരാം. മാം ഭജസ്വ, ഭജസ്വമാം, എന്നെ ഭജിക്കൂ, ഭക്തി ചെയ്യൂ. അങ്ങനെ ഒരു ലഹരി പിടിക്കട്ടെ, അങ്ങനെ ഒരു ഉന്മാദം പിടിക്കട്ടെ എന്നാണ്. ഇവന് ഉന്മാദം പിടിക്കണമെങ്കിൽ ഭഗവാന്റെ അടുത്ത് മത്ത, ആ ഉന്മത്തനാവട്ടെ. നാമസങ്കീർത്തനം, ഭക്തി, സദാചാരം അതൊക്കെ വരണമല്ലോ. അതൊക്കെ ഭാവമണ്ഡലത്തിൽ വരട്ടെ. അങ്ങനെ ഒരു ലഹരി വേണമെങ്കിൽ ആ ലഹരിയിലേക്ക് അങ്ങോട്ട് തിരിയും. കാറൽ മാർക്സ് പറഞ്ഞു മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ശരി, ഈ കറുപ്പ് കഴിച്ചോളൂ നിങ്ങള്. മറ്റേ കറുപ്പ് കഴിക്കാതിരുന്ന അത്രയും നല്ലതാണ്. ഇതൊരു കറുപ്പാണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ, മയക്കട്ടെ. നിങ്ങൾക്ക് മയക്കാണല്ലോ വേണ്ടത്. നിങ്ങൾ ഉണരാൻ തയ്യാറല്ലല്ലോ. മയങ്ങിക്കിടക്കാനാണല്ലോ ആഗ്രഹിക്കണത്. ഇതെന്തിനപ്പൊ ഈ ഒരു നശിപ്പിക്കുന്ന മയക്കം? ഉയർത്തുന്ന മയക്കായിക്കൂടെ? ഉന്നമനത്തിനുള്ള മയക്കായിക്കൂടെ? ദിവ്യമായിട്ടുള്ള മയക്കായിക്കൂടെ? സ്വപ്നം കാണണി, നല്ല സ്വപ്നം കണ്ടുകൂടെ? സ്വപ്നവാസവദത്തം എന്നൊരു കാവ്യമുണ്ട്. അതിൽ പറയും നല്ല സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുകയാണ് ഉദയനൻ. അദ്ദേഹം പറഞ്ഞു ഇത് സ്വപ്നമാണെങ്കിൽ സ്വപ്നം തന്നെ മതി എന്നാണ് എനിക്ക്. ഇത് സ്വപ്നമാണെന്ന് പറയുകയാണെങ്കിൽ സ്വപ്നം തന്നെ, എനിക്ക് എണിക്കേ വേണ്ടാന്ന്. സീതാദേവി ഹനുമാൻ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ പറയണ്ടേ ഇത് സ്വപ്നമാണെങ്കിൽ സ്വപ്നം തന്നെ ഇരിക്കട്ടെ എന്നാണ്. എനിക്ക് എണീക്കട്ട, ജാഗ്രത വേണ്ട എന്ന്. അങ്ങനെ ദിവ്യമായൊരു സ്വപ്നം വരട്ടെ, ദിവ്യമായൊരു ഭാവമണ്ഡലം വരട്ടെ. അപ്പൊ ദുഃഖാലയം അശാശ്വതം. ഭഗവാൻ പറഞ്ഞു ഇവിടെ ദുഃഖാലയമാണ്, അശാശ്വതമാണ്. പരമേശ്വരനായിരിക്കുന്ന എന്നെ പ്രാപിച്ചിട്ട് ആ മഹാത്മാക്കൾ, യതികൾ പിന്നെയും ജന്മത്തെ പ്രാപിക്കുന്നില്ല. പുനർജന്മം ആധ്യാത്മികാദി സകല ദുഃഖങ്ങൾക്കും ഇരിപ്പിടമാകുന്നു. ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്നുള്ള 3 ദുഃഖത്തിനും ഇരിപ്പിടമാകുന്നു. അത് അനിത്യവുമാകുന്നു. ഇപ്രകാരമുള്ള ജന്മത്തെ യതികൾ പിന്നെയും പ്രാപിക്കുന്നില്ല. അവർ മോക്ഷമെന്ന് പറയപ്പെടുന്ന പ്രകൃഷ്ട സിദ്ധിയെ പ്രാപിച്ചവരാകുന്നു.
ആ ഭഗവത് പ്രാപ്തി എന്നുള്ള ആ പദം നേടാത്തിടത്തോളം കാലം പുനരാവൃത്തിയുണ്ട്. ഉയർന്ന ഏതു മണ്ഡലത്തിൽ പോയാലും എപ്പോഴെങ്കിലുമൊക്കെ ചുറ്റിക്കറങ്ങി തിരിച്ചു ഭൂമിയിലേക്ക് വരണം. വീണ്ടും സാധന ചെയ്യണം, വീണ്ടും യത്നം ചെയ്യണം. പക്ഷേ കർമ്മദേവന്മാരായിട്ട് പോയിട്ട് വന്നിട്ടുള്ളവർക്ക് നല്ല ചാൻസ് കിടക്കും. നല്ല നല്ല ചാൻസാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ നല്ല കുടുംബത്തിൽ ജനിക്കുകയും നല്ല കുലത്തിൽ ജനിക്കുകയും എവിടെയെങ്കിലുമൊക്കെ സംസ്കാരത്തിനുള്ള വഴി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. സാധാരണ മനുഷ്യരുടെ ഇടയിൽ കർമ്മദേവന്മാരൊക്കെ വന്ന് ജനിക്കും എന്നാണ് പറയാ. ദേവതകളും ഒക്കെ വന്ന് മനുഷ്യരായി ജനിക്കുമ്പോൾ വിശേഷമായ ഭാവം അവരുടെ ഉള്ളിലുണ്ടാവും, അലൗകികമായ ഭാവം അവരുടെ ഉള്ളിലുണ്ടാവും. അവർ ലോകത്തിൽ പെട്ടുപോയില്ല. അവർക്ക് ശാസ്ത്രത്തിനോടും അധ്യാത്മ വിഷയങ്ങളിലോടും സഹജമായ വാസന ഉണ്ടാവും. അവരുടെ ഉള്ളു തൊട്ട് നോക്കിയ യോഗികൾക്കറിയാം ഇവർ പൂർവ്വജന്മത്തിലെ മനുഷ്യരൊന്നും ആയിരുന്നിട്ടില്ല എന്നറിയാം. അവർ മനുഷ്യരോ മൃഗമോ ഈ ഭൗമമായ ഒരു ജന്തുവായിട്ട് അവരുണ്ടായിരുന്നിട്ടില്ല. വേറെ ഏതോ മണ്ഡലത്തിൽ നിന്ന് വന്ന് മനുഷ്യ ശരീരത്തിലേക്ക് വന്ന് ജനിച്ചവരാണെന്ന്. അവര് വന്നതിന്റെ ഒറ്റ ഉദ്ദേശം ശാസ്ത്രജ്ഞാനമോ ബ്രഹ്മവിചാരമോ ചെയ്ത് ഇവിടുന്ന് തിരിച്ചു പോവാനുള്ള റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പുനരാവൃത്തിപ്രദമായിട്ടുള്ള ഉയർന്ന ലോകങ്ങളിൽ പോയിട്ട് തിരിച്ചു പുനരാവൃത്തി വരുമ്പോഴും അവനൊരു നല്ല ചാൻസ് ഉണ്ട്. നോക്കൂ, അടുത്ത ശ്ലോകം നോക്കും. ആ ബ്രഹ്മഭുവനാൽ ലോകാഃ പുനരാവർത്തിനോർജുന മാമുപേത്യതു കൗന്തേയാം പുനർജന്മന വിദ്യത്തെ. ഹേ അർജുന, ആ ബ്രഹ്മഭുവനാത് ലോകാഃ പുനരാവർത്തിനഃ. ബ്രഹ്മാവിന്റെ ലോകം മുതൽക്ക് ഇതുവരയ്ക്കുമുള്ള ലോകങ്ങള് വീണ്ടും വീണ്ടും ജന്മമുള്ളവയാണ്. ബ്രഹ്മാവിന്റെ ലോകം മുതൽക്ക് എന്ന് വെച്ചാൽ ബ്രഹ്മാവിന്റെ ലോകവും ഇൻക്ലൂഡഡ് എന്ന് ഭാഷ്യകാരൻ പറയാണ്. ശാസ്ത്രത്തിൽ ഒരു വിഷയമുണ്ട്, ബ്രഹ്മലോകത്തിൽ പോയാൽ അവിടുന്ന് ജ്ഞാനം നേടി ബ്രഹ്മാവിനോടൊപ്പം വിമുക്തമാകുമെന്ന്. എന്ന് വെച്ചാൽ ബ്രഹ്മാവ് ജ്ഞാനിയാണല്ലോ. അദ്ദേഹമാണ് ആദ്യം ഭഗവാനിൽ നിന്നും ആത്മവിദ്യ സ്വീകരിക്കുന്ന ആള്, പ്രജാപതി. അതുകൊണ്ട് അതൊരു ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യമാണ് ശാസ്ത്രീയമായിട്ട്. ആ ബ്രഹ്മഭുവനാൽ ലോകാഃ എന്നുള്ളത് ബ്രഹ്മലോക പര്യന്തം എന്നൊരർത്ഥമുണ്ട്, പറയുന്നുണ്ട്. ബ്രഹ്മലോക പര്യന്തം പുനരാവൃത്തി ഉണ്ടെന്നാണ്. പക്ഷെ ബ്രഹ്മലോകവും കാലത്തിന്റെ ഉള്ളിൽ പെട്ടതുകൊണ്ട് അവിടുന്നും പുനരാവൃത്തി ഉണ്ട് എന്നാണ് ഒരു വചനം. എന്തായാലും ശരി, ബ്രഹ്മണോ ഭുവനം ബ്രഹ്മഭുവനം, ബ്രഹ്മാവിന്റെ ഭുവനം, ബ്രഹ്മാവിന്റെ ലോകം എന്ന് അർത്ഥം പറഞ്ഞ് കാണുന്നുണ്ട്. അവിടെ തൊട്ട് തുടങ്ങി. നമ്മളതിന്റെ അതായത് അവിടെ ഒന്നും പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വലിയ പിടിയില്ല. സൂക്ഷ്മ രൂപത്തിൽ പല ലോകങ്ങളിലും സഞ്ചരിക്കാൻ കഴിയുന്ന യോഗികള് അവരുടെ അഭിപ്രായം അവർക്ക് ബ്രഹ്മലോകത്തിന്റെ ഉള്ളിൽ എൻട്രി ഇല്ല എന്നാണ്. നാരദാദി അലൗകിക ദേവതകൾക്ക് മാത്രമേ ബ്രഹ്മലോകത്തിൽ എൻട്രി ഉള്ളൂ അത്രേ. ഈ യോഗികൾക്കൊക്കെ ബ്രഹ്മലോക പര്യന്തം പോവാം എന്നാണ്. ബ്രഹ്മലോകത്തിന്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല. കാരണം എന്താ? അവിടെ പോയാൽ തിരിച്ചു വരവില്ല എന്നൊരു ശാസ്ത്ര സമ്പ്രദായമാണ്. ഇതൊക്കെ ഇപ്പൊ നമ്മൾ കേട്ടോളാ. ഇതൊന്നും ഇപ്പൊ നമ്മൾ അവിടെ പോവാതെ നമ്മൾ ദർശിക്കാതെ നമുക്കൊന്നും ഇത് അറിയപ്പെടുന്ന വിഷയങ്ങളല്ല. എങ്കിലും ഇതൊക്കെ പറഞ്ഞു അത്രയേ ഉള്ളൂ. അപ്പോ മാമുപേത്യതു കൗന്തേയ പുനർജന്മ ന വിദ്യത്തെ. ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പുനർജന്മം ഇല്ല, വീണ്ടും ജനനം ഇല്ല. ശരി. ബ്രഹ്മലോക പര്യന്തമുള്ള ലോകങ്ങള് കാലപരിച്ഛിന്നമാണ്. കാലം എന്ന് പറഞ്ഞല്ലോ, ഭഗവാനെ സ്മരിക്കാൻ കാലം നമുക്ക് മുഖ്യമാണ്. അന്ത്യകാലം എന്നൊക്കെ പറഞ്ഞു. ഈ കാലം എന്താണ് എന്ന് അല്പം ഒന്ന് ചിന്തിക്കുകയാണ്, നമ്മളൊന്ന് ഭ്രമിപ്പിക്കുകയാണ് ഭഗവാൻ ഇവിടെ. അടുത്ത ശ്ലോകം നോക്കും. സഹസ്രയുഗ പര്യന്തം അഹര്യദ് ബ്രഹ്മണോ വിദുഹു രാത്രിം യുഗസഹസ്രാന്താം തേ അഹോരാത്രവിദോ ജനാഃ.
ബ്രഹ്മാവിന് 1000 ചതുർയുഗങ്ങൾ പകലെന്നും 1000 ചതുർയുഗങ്ങൾ രാത്രിയെന്നും യോഗബലം കൊണ്ട് അറിയുന്നു. അവർ അഹോരാത്രങ്ങളെ അറിയുന്നു. അതായത് ബ്രഹ്മാവിന്റെ ടൈം, നിങ്ങൾക്ക് ടൈമിനെ അറിയണോ? ശരി, ബ്രഹ്മാവിന്റെ ടൈമിനെ കുറിച്ച് പറഞ്ഞു തരാം, നിങ്ങൾ അറിയുമെന്നാണ്. ഒരു പരമാണു, ആ പരമാണു മറ്റൊരു അണുവിനോട് ചേർന്ന് ദ്വിയണു, മറ്റൊരു അണുവിനോട് ചേർന്ന് ത്രസരേണു, അങ്ങനെ ത്രസരേണു, അത് തൊട്ട് തുടങ്ങിയിട്ടുള്ള കാലയളവ്, അതായത് മാറ്ററിന്റെ സെറ്റിലസ്റ്റ് പോയിന്റ്, അവിടെ നിന്ന് തൊട്ട് കാലം തുടങ്ങി. മാറ്ററിന്റെ മോസ്റ്റ് സെറ്റിലസ്റ്റ് പോയിന്റ്, അൺബ്രേക്കബിൾ പോയിന്റ് ഉണ്ടല്ലോ, അവിടെ തന്നെ കാലമാണത്. ടൈമും മാറ്ററും ഒന്നാവാണ് അവിടെ. മാറ്റർ തന്നെ ടൈം, ടൈം തന്നെ മാറ്റർ. അപ്പൊ അതിന്റെ സൂക്ഷ്മ ദർശനത്തിക്ക് ഞാൻ കുറച്ച് അജാഗ്രതയായിരുന്നു പോയി. ഇല്ലെങ്കിൽ അതിന്റെ കാലയളവൊക്കെ എഴുതി വെച്ചുകൊണ്ടുകൂടെ ഒന്ന് പറയായിരുന്നു. എനിക്കത് അങ്ങോട്ട് ഓർമ്മ വയ്ക്കാൻ വയ്യാപ്പോ. ഏറ്റവും സൂക്ഷ്മത്വമായിട്ടുള്ള പരമാണു നമ്മൾ പറയണത്, ആ പരമാണു തൊട്ട് തുടങ്ങി. പരമാണു ആറ്റം അല്ല, കാരണം ആറ്റം ബ്രേക്കബിൾ ആണ് അല്ലേ? ഈ പരമാണു ബ്രേക്കബിൾ അല്ല. അവിടുന്ന് തൊട്ട് തുടങ്ങി ഏറ്റവും സൂക്ഷ്മതമമായ മണ്ഡലത്തിൽ നിന്നും അണുക്കൾ ചേർന്ന് വരുന്നു. അവിടുന്ന് ത്രുട്ടി, ലവം മുതലായിട്ടുള്ളതൊക്കെ ചേർന്ന് ക്ഷണം, നിമിഷം, അങ്ങനെ വന്ന് നാഴികയും നാഡികളും ഒക്കെ ആയിട്ട് മാറുന്നു അല്ലേ? എന്നിട്ട് 24 മണിക്കൂർ ഒരു ദിവസം എന്ന് നമ്മൾ പറയണം. നമ്മളുടെ ഒരു ദിവസം, ഒരു പകലും ഒരു രാത്രിയും. അങ്ങനെ 7 ദിവസം ഒരാഴ്ച, 7 ദിവസം മറ്റൊരാഴ്ച, അങ്ങനെ 2 ആഴ്ച, 14 ദിവസം ഒരു പക്ഷം. ആ ഒരു പക്ഷം പിതൃക്കളുടെ ഒരു പകലാണ്. ഇതൊക്കെ ഋഷികളുടെ ദർശനമാണ്. അതുകൊണ്ടാണ് അമാവാസയ്ക്ക് വാവിനുള്ള തർപ്പണമൊക്കെ അവർക്ക് ഒരു 14 ദിവസം കൂടുന്തോറും അവർക്ക് ജലം കൊണ്ട് ഭക്ഷണം കൊടുക്കണത്. എന്നുവെച്ചാൽ അവർ ജലമയ ശരീരങ്ങളാണ്. നമ്മൾ അന്നമയ ശരീരികളായതുകൊണ്ട് നമുക്ക് അന്നം കൊണ്ട് ഭക്ഷണം വേണം. അവർ ജലമയ ശരീരികളായതുകൊണ്ട് അവർക്ക് ജലം കൊണ്ടുള്ള ഭക്ഷണം മതിയാവും. നമുക്ക് അരിയും ഗോതമ്പും ഒക്കെ വേണം, അവർക്ക് ജലം മതി. 14 പകല് കഴിയുമ്പോ പിതൃക്കളുടെ ഒരു പകലാണ്. അതുപോലെ 14 ദിവസം പിതൃക്കളുടെ രാത്രിയാണ്. അങ്ങനെ ഒരു മാസം, അങ്ങനെ 6 മാസം ദേവന്മാരുടെ രാത്രിയാണ്. 6 മാസം ദേവന്മാരുടെ പകലാണ്. ദക്ഷിണായനം ദേവന്മാരുടെ രാത്രിയാണ്. ഉത്തരായണം ദേവന്മാരുടെ പകലാണ്. ദക്ഷിണായനം അവസാനിച്ച് ഉത്തരായണം തുടങ്ങുന്ന കാലമായതുകൊണ്ട് ആ സംഗമകാലത്തിലാണ് ഈ മാർഗശീർഷം വരുന്നത്, ധനുമാസം. അതുകൊണ്ടാണ് ധനുമാസത്തിന് വളരെയധികം സേക്രഡ്നെസ്. എന്നുവെച്ചാൽ ദേവതകളൊക്കെ ഉണർന്ന് ഭഗവാനെ ഭജിക്കുന്ന സമയമാണെന്നാണ്. മാസാനാം മാർഗശീർഷോസ്മി എന്ന് ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞു. ആ മാർഗശീർഷത്തിന് എന്താ വിശേഷം എന്ന് വെച്ചാൽ ഉത്തരായണം ആരംഭിക്കാൻ പോവാണ്. ദേവന്മാരുടെ ബ്രാഹ്മമുഹൂർത്താണ്. അങ്ങനെ നമ്മളുടെ 6 മാസവും 6 മാസവും കൂടിയാൽ ദേവന്മാരുടെ ഒരു ദിവസമായി. നമ്മളുടെ 365 ദിവസം ദേവന്മാർക്ക് ഒരു ദിവസം, ഒരു ദിവ്യ. അങ്ങനെ 365 ദിവസം ദേവന്മാരുടെ ഒരു പകൽ. അങ്ങനെ 365 മാനുഷ സംവത്സരം, ഒരു ദിവ്യ സംവത്സരം. ഒരു വർഷമായിട്ട് വരും. അപ്രകാരം 12,000 ദിവ്യവർഷം കൂടിയത് ഒരു ചതുർയുഗം. അതായത് സത്യയുഗം, കൃതയുഗം,
ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന് പറയുന്ന ഒരു ചതുർയുഗം. 12,000 ദിവ്യവർഷങ്ങൾ കൂടിയത്. ഒരു ദിവ്യവർഷം എന്ന് പറയുന്നത് 365 മനുഷ്യ വർഷങ്ങളാണ്. 365 മനുഷ്യ വർഷങ്ങള് ഒരു ദിവ്യവർഷവും, അങ്ങനെയുള്ള 12,000 ദിവ്യവർഷം കൂടിയത് ഒരു ചതുർയുഗവും, അങ്ങനെയുള്ള 1000 ചതുർയുഗം കൂടിയത് ബ്രഹ്മാവിന്റെ ഒരു പകൽ. ടൈം കോൺസെപ്റ്റ് ഗണിക്കാമെങ്കിൽ ഗണിച്ചോളൂ എന്നാണ്. അങ്ങനെയുള്ള 1000 ചതുർയുഗം കൂടിയത് ബ്രഹ്മാവിന്റെ ഒരു പകൽ. അത്രയും തന്നെ 1000 ചതുർയുഗം കൂടിയത് ബ്രഹ്മാവ് ഉറങ്ങും. 1000 ചതുർയുഗം രാത്രി. അപ്രകാരമുള്ള അഹോരാത്രങ്ങളെ കൊണ്ട് പക്ഷമാസാദികളെ കൽപ്പിച്ചുണ്ടാക്കുന്ന വർഷങ്ങൾ 100 വർഷം. അങ്ങനെ 1000 ചതുർയുഗവും 1000 ചതുർയുഗവും ചേർന്ന് 2000 ചതുർയുഗമാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം. അങ്ങനെയുള്ള 100 വർഷമാണ് ബ്രഹ്മാവിന് ആയുസ്. ഇത്രയും നീ ശരിക്കങ്ങോട്ട് മനസ്സിലാക്കിയാൽ നീ കാലത്തിനെ മനസ്സിലാക്കിയവനാണ് കുട്ടി എന്നാണ്. ഇത്രയും കാലത്തിനെ കുറിച്ച് പറഞ്ഞ് വസിഷ്ഠൻ ചെന്ന് ഹിമാലയത്തിൽ പോയി ഒരു കാക്കയുടെ അടുത്ത് പോയി ചോദിക്കണു യോഗവാസിഷ്ഠത്തിൽ. ആ കാക്ക പറഞ്ഞു, വസിഷ്ഠരെ വരൂ, ഇരിക്കൂ എന്ന് പറഞ്ഞു. നീ ആരാണെന്ന് ചോദിച്ചു കാക്കയുടെ അടുത്ത് വസിഷ്ഠ ഭഗവാൻ. ഞാൻ കാലഭുഷണ്ടി എന്ന യോഗിയാണ്. അങ്ങക്ക് എന്തറിയാം എന്ന് ചോദിച്ചു. വസിഷ്ഠൻ കാലഭുഷണ്ടിയെ നമസ്കരിച്ച് ചോദിച്ചു, ഞാൻ എത്രയോ യുഗങ്ങൾ കണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉള്ള ബ്രഹ്മാവ് എന്റെ കണക്കിൽ 16ാമത്തെ ബ്രഹ്മാവാണ്. അങ്ങനെ 16 ബ്രഹ്മാക്കളെ ഞാൻ കണ്ടിരിക്കണമെന്ന്. വസിഷ്ഠരെ അങ്ങ് തന്നെ എന്റെ അടുത്തേക്ക് 20ാമത്തെ പ്രാവശ്യമോ മറ്റാണ് വരുന്നത്. അപ്പൊ അങ്ങക്ക് മരണമല്ലേ? എന്റെ നിയതി ഇങ്ങനെയാണ്. ഞങ്ങൾ 10 പേര് യോഗിനികളായി ഉണ്ടായി. ഞാൻ പിന്നെ ഈ കാക്ക ശരീരം സ്വീകരിച്ചു. ഓരോ പ്രളയകാലത്തിലും മണ്ണ് വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഞാൻ വെള്ളമാണെന്ന് പറഞ്ഞിരിക്കും. വെള്ളം അഗ്നിയിൽ ലയിക്കുമ്പോൾ ഞാൻ അഗ്നിയായിട്ടിരിക്കും. അഗ്നി വായുവിൽ ലയിക്കുമ്പോൾ ഞാൻ വായുവായിട്ടിരിക്കും. വായു ആകാശത്തിൽ ലയിക്കുമ്പോൾ ഞാൻ ആകാശമായിട്ടിരിക്കും. ആകാശം മനസ്സിൽ ലയിക്കുമ്പോൾ ഞാൻ മനസ്സിന്റെ ആകാരം പൂണ്ട് നിൽക്കും. മനസ്സ് സ്വരൂപത്തിൽ ലയിക്കുമ്പോൾ ഞാൻ ബ്രഹ്മനിഷ്ഠനായിട്ട് തീരും. അടുത്ത യുഗത്തിൽ സൃഷ്ടി ആരംഭിക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ വന്ന് ഇതേ മരം ഉണ്ടാക്കിയിട്ട് ഇതിൽ കാക്കയായിട്ട് വന്നിരിക്കുമെന്ന് പറഞ്ഞു. ആര് കണ്ടു അല്ലേ? കേരളത്തിലെ അടുത്ത കാലത്തുണ്ടായിരുന്ന ഒരു മഹാപണ്ഡിതനും മഹാത്മാവാണ് ബാലകൃഷ്ണൻ നായർ സാർ. അദ്ദേഹത്തിനൊന്ന് സ്മരിക്കണം. അദ്ദേഹം ഇപ്പോ മരിച്ചുപോയി, 1 വർഷം ആവാറായി. ഭഗവത്ഗീതയുടെ വ്യാഖ്യാനവും നാരായണ ഗുരുസ്വാമിയുടെ കൃതികളുടെ വ്യാഖ്യാനവും വാസിഷ്ഠവും ഇതൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പലർക്കും അദ്ദേഹം ഗുരുവാണ്, പലർക്കും അദ്ദേഹം വഴികാട്ടിയാണ്. എല്ലാവർക്കും അദ്ദേഹത്തിന് മാർഗം ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വിചാരമാർഗ ജ്ഞാനമാർഗമാണ് അദ്ദേഹത്തിന്റെ. ഭക്തി ആ മാർഗങ്ങളൊന്നും ചിലപ്പോൾ കണ്ടുവെന്ന് വരില്ല. പക്ഷേ നല്ല ഒരു മഹാത്മാവായിരുന്നു അദ്ദേഹം. ഈ കാകഭുഷുണ്ടി ഉപാഖ്യാനം കോഴിക്കോട് വെച്ച് പറയുമ്പോൾ അദ്ദേഹം തന്നെ ഈ കഥ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞിട്ട് കാകഭുഷുണ്ടി ഉപാഖ്യാനം പറയുമ്പോ ഒരു കാക്ക ജനൽ വന്നിരുന്നു. ആ കാക്ക എന്നിട്ട് തോളിൽ വന്നിരുന്നു. അദ്ദേഹം അനങ്ങില്ല. കാക്ക തോളിൽ വന്നിരിക്കണമെന്ന് ആലോചിച്ചു നോക്കും. ഈ കാകഭുഷുണ്ടി ഉപാഖ്യാനം കഴിഞ്ഞവരെ ആ കാക്ക മടിയിലിറങ്ങിയിരുന്നു. വാസിഷ്ഠം പറയുമ്പോ ആര് കണ്ടു? ഏതൊക്കെ രീതിയില് സർവേശ്വരന്റെ ദൂതന്മാര് ഇവിടെ പ്രചരന്തി ദിവാനക്തം എന്നാണ് പറയുന്നത്. രാവും പകലും നടക്കുന്നുണ്ട് എന്നാണ്. പരമേശ്വരൻ പല രൂപത്തിലും തീർത്ഥക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ ഒരു വേദം പറയണം. സൂക്ഷ്മം. നമ്മൾ ആരും അനാഥകളല്ല. നമ്മൾ വേണമെങ്കിൽ നമ്മൾ പിടിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുപാട് ഭാവങ്ങളില് ദേവതകളും ഒക്കെ നടക്കുന്നുണ്ട്. സിദ്ധന്മാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ കാലത്തിന് അഹോരാത്രവിധോ, ഭഗവാൻ ഇവിടെ പറഞ്ഞു, കാലത്തിന്റെ കണക്കിനെ തെറ്റിച്ചവരാണെന്നാണ്.
കാലത്തിന്റെ കണക്ക് കടന്നുപോയിട്ടുള്ളവരാണ്. കാലം അവർക്ക് പ്രശ്നമല്ലാത്തവരാണെന്നാണ്. നമ്മൾ രാമായണത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദിലീപന് ഗുരു വസിഷ്ഠനാണ്, രഘുവിന് ഗുരു വസിഷ്ഠനാണ്, ഭഗീരഥന് ഗുരു വസിഷ്ഠനാണ്, അജന് ഗുരു വസിഷ്ഠനാണ്, ദശരഥന് ഗുരു വസിഷ്ഠനാണ്, രാമന് ഗുരു വസിഷ്ഠനാണ്. ഇക്ഷ്വാകുവിന് ഗുരു വസിഷ്ഠനാണ്. ഇക്ഷ്വാകുവിന് യാഗം ചെയ്യുന്നത് വസിഷ്ഠനാണ്. ഇക്ഷ്വാകു വംശത്തിൽ തുടർന്ന് എത്രയോ പേര് കഴിഞ്ഞിട്ടാണ് ദിലീപൻ വരുന്നത്. അപ്പൊ ഈ വസിഷ്ഠന് മരണമില്ലേ? നമ്മളുടെ മോഡേൺ റിസർച്ച് സ്കോളേഴ്സ് പറയണത് അത് ഈ ശങ്കരാചാര്യർ എന്ന് പറയുന്ന പോലെ പീഠത്തിലിരിക്കുന്ന ഒരു പദവിയാണ് വസിഷ്ഠൻ എന്ന് പറയണത് എന്നാണ്. അങ്ങനെയല്ല. വേദത്തില് പ്രാമാണികമായി വിചാരം ചെയ്തിട്ടുള്ളവരുടെ അഭിപ്രായം പറയണത് ഈ വസിഷ്ഠന്റെ അടുത്താണ് ത്രിശങ്കു എന്ന് പറയണത്, നിങ്ങളുടെ അടുത്തൊരു സീക്രട്ട് ഉണ്ടല്ലോ, മരിക്കാതെ ഇവിടുന്ന് മറയാനുള്ള ഒരു വഴി എന്നെ അങ്ങനെ അയക്കില്ല, നിനക്ക് അധികാരം ഇല്ല എന്ന് പറയണത് വസിഷ്ഠൻ. എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞില്ല. വിശ്വാമിത്രൻ അതിന് മുതിർന്നിട്ടാണ് ഇയാളെ നടുക്ക് കൊണ്ടുവന്ന് നിർത്തിയത്. കഥയൊക്കെ ഉണ്ട്. ഈ രാജാക്കന്മാരൊക്കെ മരിച്ച കഥയുണ്ട്. ഈ ഋഷികൾ ആരും മരിച്ചു എന്നുള്ള കഥയില്ല. അവര് ഈ ക്രമമുക്തി സമ്പ്രദായത്തിൽ പോയവരായിരിക്കണം. ആരും ഉണ്ട്. അപാമ സോമം അമൃതാഭൂവാണ്. ഏത് തന്നെ പറഞ്ഞ് നിങ്ങള് സോമരസം പാനം ചെയ്ത് ഒരു ആത്യന്തികമല്ല ആപേക്ഷികമായ അമൃതത്വം സാധിച്ചിട്ടുണ്ടെന്നാണ്. ആപേക്ഷികമായ അമൃതത്വം അവർക്ക് സിദ്ധിച്ചിട്ടുണ്ടാവും. ഈ സോമലത എന്താണെന്നൊന്നും ഇപ്പൊ നമുക്കൊന്നും പിടിയില്ല. ആപേക്ഷികമായ അമൃതത്വം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് പോവാൻ ഈ ഋഷികൾക്കൊക്കെ സാധ്യമായിരുന്നു. അവർ കാലത്തിന്റെ ഗണനയ്ക്ക് ഉൾപ്പെട്ടവരായിരുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ ഭാവന ചെയ്യുന്നത് വളരെ നല്ലതാ. ഭാവന വെറുതെ ഈ ടെറസ്ട്രിയൽ പ്ലെയിനിൽ മാത്രം നിൽക്കണ്ട. സ്കാൻ ചെയ്ത് നോക്കി BP3 ഇവിടെ തൊട്ട് നോക്കി BP3 കൂടി, സ്കാൻ ചെയ്ത് നോക്കി ഉള്ളിൽ എന്തോ ഹോള് കണ്ടു. ഇതല്ലേ നമ്മളുടെ ഭാവന രാവും പകലും. ഇതൊക്കെ പോയിട്ട് മരണമില്ലെന്നൊന്ന് ഭാവന ചെയ്യൂ. മരണമില്ലായ്മയുണ്ട്, നല്ലതാ. നമ്മളുടെ ശാസ്ത്രം പറഞ്ഞ മരണത്തിനെ ഡെപ്പിക്ട് ചെയ്യാൻ പാടില്ല, വ്യാധിയെ ഡെപ്പിക്ട് ചെയ്യാൻ പാടില്ല. സാധിക്കുമെങ്കിൽ മരണമില്ലായ്മയും ആരോഗ്യത്തിനെയും ഇങ്ങനെയുള്ള ഒക്കെ നിങ്ങൾ ഇത് ഭാവനയാണെങ്കിലും വെച്ചുകൊള്ളുക ഉള്ളിൽ, നല്ലതാ. നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ടാവും, ഉള്ളിലൊരു ബലം ഉണ്ടാവും. ഇത് എപ്പം മരിക്കാൻ പോണോ, എപ്പം മരിക്കാൻ പോണോ, എപ്പം മരിക്കാൻ പോണോ. മരിക്കുന്നവർക്ക് മുമ്പിൽ കാണാം ജാതിയും സൂക്കേടും മരണവും. ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കൂ, ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇങ്ങനെയൊക്കെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെയൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ ബ്രഹ്മാവിന്റെ കാലമൊക്കെ പറഞ്ഞു. കാലം പറഞ്ഞ് അവ്യക്താദ്വ്യക്തയ സർവാഃ പ്രഭവന്ത്യഹരാഗമേ രാത്ര്യാഗമേ പ്രലീയന്തെ തത്രൈവ അവ്യക്ത സംജ്ഞകേ. നമ്മള് നാളെ കാണാം ഈ ശ്ലോകം. നാളെ വൈകിട്ട് ഗീതായജ്ഞം സമർപ്പണമാണ്. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.